ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ചാപ്റ്റർ 1, ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 20 ആ സെൻറ്റൻസ് വായിക്കാം. നോക്കൂ, യഥാകാലം യാഥാർത്ഥ്യമാകാനിരിക്കുന്ന എൻ്റെ വാക്കുകൾ നീ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഇത് സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനായിരിക്കും, ഊമനായിരിക്കും. നമുക്കറിയാം, സക്രിയോട് മാലാഖ പറയുന്ന വാക്കുകളാണ്. ഈ ചാപ്റ്റർ ലൂക്ക് ചാപ്റ്റർ 1 നിന്ന് ഫ്യൂ തോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഇതിൽ ലൂക്കോസിൻ്റെ സുവിശേഷം മാത്രമാണ് ഈ ബിഫോർ ദി ബർത്ത്, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുണ്ട്. ഇത് അതിനു മുമ്പുള്ള കാര്യങ്ങളാണ്. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അതിൽ ഈ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ ഇടയിൽ നടന്ന കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. തുടക്കം മുതൽ ദൃക്സാക്ഷികളും വചന ശുശ്രൂഷകരുമായിരുന്നവർ നമ്മെ അറിയിച്ച വിധത്തിൽ തന്നെ സമാഹരിച്ച് ഒരു വിവരണം എഴുതാൻ പലരും ഉദ്യമിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠനായ തെയോഫിലോസെ, നിനക്ക് വേണ്ടി ക്രമമായ ഒരു വിവരണം എഴുതുന്നത് നന്നെന്ന് കുറേ കാലമായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു. നിന്നെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളുടെ സത്യാവസ്ഥ നീ ഗ്രഹിക്കേണ്ടതിനാണ് ഇത്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാരണം നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ലൂക്കോസ് പറയുകയാണ്, ഇത് ദൃക്സാക്ഷികളും വചന ശുശ്രൂഷകരുമായിരുന്നവർ നമ്മെ അറിയിച്ച വിധത്തിൽ. അപ്പോൾ ലൂക്കോസ് ദൃക്സാക്ഷിയല്ല, പക്ഷേ ദൃക്സാക്ഷികളും വചന ശുശ്രൂഷകരുമായിരുന്നവർ അറിയിച്ച കാര്യങ്ങൾ ഈ തെയോഫിലോസ് വാസ് എ നോബിൾ മാൻ ആരാന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ആക്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലും നമുക്ക് കാണാൻ പറ്റും തിയോഫിലോസിനെ ആക്സ് തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. തിയോഫിലോസെ, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയ ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട നാൾ വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് ദി ഗോസ്പൽ ഓഫ് ലൂക്ക്. അപ്പോൾ ഈ തിയോഫിലോസിനെയാണ് ലൂക്ക് 2 അഡ്രസ് ചെയ്തേക്കുന്നത്. ആൻഡ് ലൂക്ക് ഈസ് ദി ഓൺലി ജെൻറ്റൈൽ ഓതർ ഇൻ ദി ബൈബിൾ. അത് നമ്മളൊന്ന് ചിന്തിക്കുന്നതല്ല. കാരണം ബാക്കിയുള്ള എല്ലാ ബുക്കിൻ്റെയും ബാക്കിയുള്ള 64 ബുക്കും എഴുതിയേക്കുന്ന യഹൂദര. പൊതുവെ ആൾക്കാർ ചോദിക്കുന്നല്ലേ യഹൂദർക്ക് എന്താ മേന്മ. പൊതുവെ അത് അറിയുന്നത് നല്ലതാണ്. കാരണം ഈ റോമൻസ് 9th സ്റ്റാർട്ടിങ്ങിൽ അപ്പം അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഒരു ജെൻറ്റൈൽ ഓതർ ദൈവം എടുത്തു. അത് ലൂക്കാണ്. അപ്പോൾ ലൂക്കിൻ്റെ റൈറ്റിങ്സ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഈ രക്ഷ എല്ലാവർക്കും ഉള്ളതാണെന്ന് കാണിക്കാൻ കൂടിയിട്ടാണ്. ബോത്ത് ജെൻറ്റൈൽസ് ആൻഡ് ജ്യൂസ്. 9th സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ കാണുന്നത് യഹൂദരുടെ ഒരു യൂണീക്നെസ് ആയിട്ട് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ സത്യമാണ് പറയുന്നത്, വ്യാജമല്ല. എൻ്റെ മനസ്സാക്ഷി പരിശുദ്ധാത്മാവിൽ എനിക്ക് സാക്ഷ്യം വഹിക്കുന്നു. തീവ്ര ദുഃഖവും നിലയ്ക്കാത്ത വേദനയും എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ സഹോദരനും വംശപരമായി എൻ്റെ ചാർച്ചക്കാരുമായവർക്ക് വേണ്ടിയെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിതനാകാനും ശാപഗ്രസ്തനാകാനും ഞാൻ തയ്യാറാണ്. അവർ ഇസ്രായേൽക്കാരാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമദാനവും ആരാധനയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. അപ്പം ഇതിൽ പുത്രസ്ഥാനം, മഹത്വം, ഉടമ്പടികൾ, നിയമദാനം ഇതെല്ലാം യഹൂദരുടേതാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒരേ ഒരു ജെൻറ്റൈൽ ഓതർ, ദാറ്റ് വാസ് ലൂക്ക്. അപ്പോൾ ലൂക്ക്, അതുകൊണ്ട് ലൂക്കിൻ്റെ റൈറ്റിങ്സിൽ ലൂക്ക് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിട്ട് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു വിവരണം. അപ്പോൾ ലൂക്കിൻ്റെ ബാക്കിയെല്ലാം ശരിയല്ലെന്നോ അല്ലെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടെന്നല്ല, ബട്ട് ലൂക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം പഠിച്ചിട്ട് ദൃക്സാക്ഷികൾ ഇങ്ങനെ പറയുന്നത്. ലൂക്ക് ഔട്ട് ഓഫ് ബൈബിളാണ്. ലൂക്ക് ഓരോരുത്തരെയും പോയി ഇൻ്റർവ്യൂ നടത്തി അതിൽ നിന്നെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് എഴുതിയതാണെന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം. ഇവൻ ഇങ്ങനെ പറയുന്നത് കർത്താവിൻ്റെ അമ്മയുടെ കൂടെ പോയി താമസിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇതിൽ ഈ 4ാമത്തെ സെൻറ്റൻസ് 1 വേഴ്സ് 4, നിന്നെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളുടെ സത്യാവസ്ഥ നീ ഗ്രഹിക്കേണ്ടതിനാണ് ഇത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചും നമ്മൾ സോ മെനി തിങ്സ് യു ആർ ഹിയറിങ് ഇല്ല, ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ട്രൂത്ത് ആണോ എന്നുള്ളത്, ഇത് ട്രൂത്ത്ഫുൾനെസ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം. ഇത് ലൂക്കോസിനുണ്ടായിരുന്നു. ലൂക്കോസ് തിയോഫിലോസിനോട് പറയുന്ന കാര്യം ഇതാണ്, കർത്താവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ബട്ട് അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ് അറിയാനായിട്ട് ആ 1 വേഴ്സ് 4 ഒന്ന് ഇംഗ്ലീഷ് വായിക്കണം.
that you may know the certainty of those things in which you are instructed. അതെ, certainty of our faith, അല്ലെ നമ്മുടെ ബിലീഫ്, അതിൻ്റെ certainty നമുക്ക് ഉറപ്പിക്കാൻ തിരുവഴുത്തിലൂടെ പറ്റൂ. ദർ ഈസ് നോ അതർ വേ. അതുകൊണ്ടാണ് എഗെയിൻ പോളിൻ്റെ റൈറ്റിങ്സിൽ പോൾ പറയുന്നത് ഡോണ്ട് ഗോ ബിയോണ്ട് വാട്ട് ഈസ് റിട്ടൺ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു കാര്യം, കാരണം ലോകം മുഴുവൻ പ്രസംഗങ്ങളും കാര്യങ്ങളും എല്ലാം. ഇപ്പോൾ യോഹന്നാൻ പറയുന്ന എല്ലാ ആത്മാക്കളും വിശ്വസിക്കരുത്, ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പരിശോധിക്കണം. അപ്പോൾ ഇവിടെ പറയുവാണ് ദി സർട്ടനിറ്റി ഓഫ് ദി ട്രൂത്ത് യു ക്യാൻ കൺഫേം ഓൺലി ബൈ ദി റിട്ടൺ തിങ്സ്. അതാ ഇവിടെ ലൂക്ക് തിയോഫിലോസിനോട് പറയുന്നത്, സർട്ടനിറ്റി ഓഫ് ദി റിട്ടൺ തിങ്സ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സംതിങ് യു ആർ ഹിയറിങ് which is not written in the scripture or supported by the scripture, അതിന് ഒരു വാല്യൂ ഇല്ല. പക്ഷെ ഇത് എഴുതപ്പെട്ട കാര്യങ്ങൾ അറിയില്ലെങ്കിൽ എഴുതാത്ത കാര്യങ്ങൾ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത്. കാരണം ബൈബിളിലുള്ളത് എന്താ, ബൈബിളിൽ ഇല്ലാത്തത് എന്താണെന്ന് നമുക്ക് നല്ലൊരു സർട്ടനിറ്റി കിട്ടണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ഈസ് റിട്ടൺ ഇൻ സൈഡ്. ഇപ്പം നമ്മൾ ഐസയിൽ വായിക്കുന്നുണ്ട്, ഐസ 8:20, അത് ഇംഗ്ലീഷിൽ വായിക്കും. To the law and to the testimony, if they do not speak according to this word, it is because there is no light in them. അതെ, if someone is speaking not according to scripture, the only reason is only because there is no light in them, because the word of God is light. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളതെല്ലാം അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്നവരാ. ദൈവവചനത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തത് അത് ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നവരല്ല. അറ്റ് ദി സെയിം ടൈം ബൈബിളിലുള്ളതും ഇല്ലാത്തതും തിരിച്ചറിയുന്നതിൽ നമ്മൾ എത്രത്തോളം വി ആർ സർട്ടൺ ആണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ആ സർട്ടനിറ്റി ഇറ്റ് ക്യാൻ കം ഓൺലി ത്രൂ ദി ആക്യുറേറ്റ് നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ. അല്ലെങ്കിൽ എഴുതിയതും എഴുതാത്തതും എഴുതപ്പെട്ടതും അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് വാട്ട് എവർ വി ആർ ഡൂയിങ് ഇത് സപ്പോർട്ടഡ് ബൈ സ്ക്രിപ്ചർ ആണോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി ദി സ്ക്രിപ്ചർ ആക്യുറേറ്റ്ലി. അതുകൊണ്ടാണ് ഈ വചനം പഠിച്ചാൽ പോരാ, അത് ആക്യുറേറ്റ് ആയിട്ട് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഡേ ഓഫ് പെന്തിക്കോസ്റ്റിൽ പീറ്റർ, അല്ലെങ്കിൽ ചർച്ചിൻ്റെ ബിഗിനിങ്ങിൽ പീറ്റർ ചെയ്തത് ദാറ്റ് വാസ് ദി ആക്യുറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി പ്രിവൈലിംഗ് തിങ്സ്. അല്ലെങ്കിൽ അപ്പം കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ് അവർ ഭാഷാവരുത്തി പ്രാർത്ഥിച്ചു ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അല്ലെങ്കിൽ യോവൽ പ്രവചനം വെച്ചിട്ട് ഇതാണ് കാണുന്നത്. അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ അവൻ്റെ പരിശുദ്ധൻ്റെ ജഡം ജീർണിക്കില്ല എന്ന് പറഞ്ഞു. ദാവീദിനെ കുറിച്ചല്ല, കാരണം ദാവീദിൻ്റെ കല്ലറ ആ സമയത്ത് അവിടെ ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ദി ആക്യുറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി സ്ക്രിപ്ചറാണ് നമ്മുടെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം. ദെൻ ബൈബിളിലുള്ളതും ഇല്ലാത്തതും അറിയണമെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റും. സോളി വി ആർ സ്റ്റഡിങ്. അപ്പോൾ ഇതിൽ ദി സർട്ടനിറ്റി ഓഫ് ദി തിങ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊരു ഇറ്റ്സ് ഗുഡ് ടു നോ, അതുകൊണ്ട് ഞാൻ വായിക്കുക. യൂദാ രാജാവായ ഹെറോദോസിൻ്റെ കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്രിയ എന്ന് പേരായ ഒരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽ ഒരുവളായിരുന്നു അയാളുടെ ഭാര്യ. അവളുടെ പേര് എലിസബത്ത്. അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ മുമ്പാകെ ധർമ്മിഷ്ഠരും കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അനുശാസനങ്ങളും അന്യൂനം പാലിക്കുന്നവരുമായിരുന്നു. അപ്പം ഇതിൽ അബിയായുടെ ഗണത്തിൽപ്പെട്ട സക്കറിയ. ഈ പൗരോഹിത്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ 24 ഗണങ്ങൾ എന്ന് എഴുതിയേക്കുന്നത് അത് അറിയുന്നത് നല്ലതാണ്. കാരണം ഈ പൗരോഹിത്യത്തിൽ 24 ഗണങ്ങളുണ്ടായിരുന്നു. ദെൻ നമ്മൾ 24 മൂപ്പന്മാരെന്ന് റെവലേഷനിൽ കാണുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ ദർ ഈസ് നോ മീൻസ്, ബട്ട് ആ 24 എവിടെ നിന്ന് വന്നു എന്ന് നമ്മളൊന്ന് അറിയുന്നത് നല്ലതാണ്. ഇഫ് യു ആർ ഗോയിങ് ടു ഫസ്റ്റ് ക്രോണിക്കിൾസ് 24 എടുക്കുമ്പോൾ മുഴുവൻ വായിക്കുന്നില്ല. 24 നമുക്കറിയാം അഹ്റോന്റെ ഡിസെൻഡൻസ് ആണ് പുരോഹിതർ. അഹ്റോന്റെ 2 മക്കളും മരിച്ചുപോയി, നമുക്കറിയാവുന്നതാണ് അല്ലേ, നാദാബും അബീഹും. റീസൺ എന്തായിരുന്നു അത് എല്ലാവരും അറിയേണ്ടതാണ്. അവിശുദ്ധ അഗ്നി അർപ്പിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത് ഇത് കർത്താവ് കൽപ്പിച്ചതല്ലായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചും കർത്താവ് കൽപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദർ ഈസ് എ ഡേഞ്ചർ. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ മരിക്കാൻ കാരണം അവർ അവിശുദ്ധ അഗ്നി അർപ്പിച്ചു. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഇത് കർത്താവ് കൽപ്പിച്ചതല്ലായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യേണ്ടതാണ്. നമ്മൾ തന്നെ നമ്മളെ ശരിയാക്കുന്നത്. കാരണം വേറെ ആരും നമ്മളെ ശരിയാക്കത്തില്ല. നമ്മൾ അർപ്പിക്കുന്നത് ഇത് കർത്താവ് കൽപ്പിച്ചതാണോ കർത്താവ് കൽപ്പിക്കാത്തതാണോ എന്ന് നമ്മൾ ശോധന ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചറസ് ഫോർ us. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്
ഇന്ന് നിന്റെ നന്മയ്ക്കായി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും എല്ലാ കൽപ്പനയും എവറിത്തിങ് ഈസ് ഫോർ അവർ ബെനിഫിറ്റ്. ഇതെല്ലാം നമ്മുടെ നന്മയ്ക്കാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്താൽ കറസ്പോണ്ടിങ്ലി വി ആർ ലൂസിങ്. അല്ലെ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് സ്ക്രിപ്ചർ, ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ത്ഡ്. നല്ലൊരു വേർഡ് നമ്മളെന്നും പറയുന്നത് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ. അമേ കറക്റ്റ്? ഇത് പ്രോഫിറ്റബിൾ. അപ്പം നമ്മൾ ഏതെങ്കിലും സ്ക്രിപ്ചർ മിസ് ചെയ്താൽ വി ആർ ലൂസിങ് സം പ്രോഫിറ്റ്. അതുകൊണ്ടാണ് നമ്മളിതൊന്നും നഷ്ടപ്പെടുത്തരുത്. സോളമൻ പറഞ്ഞു, സഭാപ്രസംഗിയുടെ അവസാനം പറയുന്നുണ്ട്, ഇതിന് പുറമെയുള്ള എല്ലാറ്റിനെ കുറിച്ചും ജാഗ്രത പാലിക്കണം. സെയിം ഇതിൽ നിന്ന് ഈ അപ്പസ്വലന്മാരുടെ ഒക്കെ ടീച്ചിങ് വരുന്ന എല്ലാം ഓൾഡ് ടെസ്റ്റമെന്റ് ബേസ്ഡ്. ഡോണ്ട് ഗോ ബിയോണ്ട് വാട്ട് ഈസ് റിട്ടൺ എന്നുള്ള ഇതിന് പുറമേ ഉള്ള എല്ലാറ്റിനെ കുറിച്ചും നിങ്ങൾ ജാഗ്രത പാലിക്കണം. അപ്പോൾ ഇവിടെ 24 സ്റ്റാർട്ടിങ് ഇങ്ങനെ അഹ്റോന്റെ പുത്രന്മാരുടെ ഗണങ്ങൾ ഇവയായിരുന്നു. അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലിയാസാർ, ഈതാമാർ. നാദാബും അബീഹുവും പിതാവിനേക്കാൾ മുമ്പേ മരിച്ചു. അവർക്ക് സന്താനങ്ങളും ഇല്ലായിരുന്നു. തന്നിമിത്തം ഏലിയാസാറും ഈതാമാറും പുരോഹിതരായി. ഏലിയാസാറിന്റെ പുത്രന്മാരിൽപ്പെട്ട സാദോക്ക്, ഈതാമാറിന്റെ പുത്രന്മാരിൽപ്പെട്ട അഹിമേലെക്ക് എന്നിവരുടെ സഹായത്തോടെ ദാവീദ് അവരുടെ ശുശ്രൂഷ സംബന്ധമായ നിർദ്ദിഷ്ട ജോലികൾക്കായി നിയോഗിച്ചു. ഈതാമാറിന്റെ പുത്രന്മാരിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മുഖ്യന്മാരെ ഏലിയാസാറിന്റെ പുത്രന്മാരിൽ കണ്ടതിനാൽ എലിയാസാറിന്റെ പുത്രന്മാരിൽ നിന്നുള്ള 16 പിതൃഭവന തലവന്മാരുടെയും ഈതാമാറിന്റെ പുത്രന്മാരിൽ നിന്നുള്ള 8 പിതൃഭവന തലവന്മാരുടെയും കീഴിൽ അവരെ നിയോഗിച്ചു. അപ്പോൾ 16 8 24. ഏലിയാസാറിന്റെ പുത്രന്മാരിൽ ഈതാമാറിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിലെ അധികാരികളും ദൈവത്തിന്റെ അധികാരികളും ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ എല്ലാവരെയും ഒരുപോലെ നറുക്കിട്ടാണ് വിഭജിച്ചത്. വീണ്ടും നമ്മൾ അതിന്റെ 7 തുടങ്ങി വായിക്കുമ്പോൾ ഒന്നാമത്തെ നറുക്ക് വീണത് യഹോയാറാബിന്, രണ്ടാമത്തേത് യദായാക്ക്, മൂന്നാമത്തേത് ഹാറീമിന്, നാലാമത്തേത് സയറാമിന്, അഞ്ചാമത്തേത് മിൽക്കായ്ക്ക്, ആറാമത്തേത് മിയാമീന്, ഏഴാമത്തേത് ഹക്കോസിന്, എട്ടാമത്തേത് അബിയാക്ക്. അപ്പോൾ ഈ അബിയ അതിലൊരു ഗണ. അപ്പോൾ ഈ സക്രിയ അബിയായുടെ ഗണത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ അവിടെ 24 ഗണങ്ങളുണ്ട്. അത് നറുക്കിട്ടാണ് ശുശ്രൂഷയ്ക്ക് അവരെടുത്തുകൊണ്ടിരുന്നത്. ദെൻ അതിൽ അബിയ ഒരു ഗണത്തിൽപ്പെട്ട ആളായിരുന്നു സക്രിയ. സോ കമ്മിങ് ബാക്ക് ടു ലൂക്ക് 1 അതൊരു നല്ലതാണ്, ഒരു അക്കാഡമിക് നോളജാണ്. 24 എന്നുള്ള നമ്പർ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. പൗരോഹിത്യത്തിൽ അഹ്റോന്റെ 2 മക്കൾക്ക് 8 16 വീതം മക്കളുണ്ടായിരുന്നു. അവരെ രണ്ടും കൂടെ കൂടുമ്പോൾ 24. അത് നറുക്കിട്ട ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ 6ാം സെന്റൻസ് 1:6 ലൂക്ക്. അവർ രണ്ടുപേരും ദൈവത്തിന്റെ മുമ്പാകെ ധർമ്മിഷ്ഠരും കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അനുശാസനങ്ങളും അന്യൂനം പാലിക്കുന്നവരുമായിരുന്നു. വേഴ്സ് 6 ഒന്ന് ഇംഗ്ലീഷ് വായിക്കും. And they were both righteous before God, walking in all the commandments and ordinances of the Lord, blameless. അപ്പോൾ അവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഹൈ ടെസ്റ്റിമണിയാണ്. They were born again. They were righteous. Righteous means അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു രണ്ടുപേരും. വെറുതെ രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, they were കർത്താവിൻ്റെ കൽപ്പനകളും അനുശാസനങ്ങളും അന്യൂനം പാലിക്കുന്നവരുമായിരുന്നു. അതായത് ബേസിക് എലിജിബിലിറ്റി ടു റിസീവ് ഓൾ ദി പ്രോമിസസ്. അവർ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും സ്വീകരിക്കാൻ അവർക്കുള്ള മിനിമം എലിജിബിലിറ്റി ഉണ്ട്. കാരണം മിനിമം എലിജിബിലിറ്റിയാണ് ഒന്ന് രക്ഷിക്കപ്പെട്ടതായിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പൊതുവെ ഒരു ട്രഡീഷണൽ പ്രാക്ടീസ് ഉണ്ട്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ വരുന്നതെന്നാണ് വാക്കിൻ്റെ അർത്ഥം. ആക്ച്വലി വി നീഡ് നോട്ട് ടെൽ ഓൾവേസ്. ഇപ്പം നമ്മുടെ അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് പിള്ളേർ എന്ന് പറയാം എനിക്കൊരു $10 വേണം ഒരു സാധനം മേടിക്കാൻ. അപ്പോൾ കൂടെ പറയാം ഞാൻ മോനാന്നുള്ള കാര്യം മറക്കരുത്. എവറി ടൈം യു ആർ ഗോയിങ് പറയുക ഞാൻ മോനാണ്. അതുപോലെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ. ആക്ച്വലി അതൊരു ട്രഡീഷൻ. ആക്ച്വലി അത് പിന്നെ നമുക്കൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ പ്രാർത്ഥന തീരുന്നത് അറിയാനൊരു മെത്തേഡായിട്ട് വേണേൽ ഉപയോഗിക്കാമെന്നുള്ളതുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് മീനിങ്ലെസ്. അപ്പോൾ ഇവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാ. ബൈബിൾ സെയ്സ് ദേ ആർ റൈറ്റിയസ് ആൻഡ് സ്ട്രിക്റ്റ് കൽപ്പനകൾ അനുസരിക്കുന്നവരാ. അപ്പോൾ അവർ എലിജിബിളാണ്. ഇപ്പോൾ നമ്മൾ 1 ജോണിൽ പോവുകയാണ്. ഈ 1 ജോൺ 3 നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ സ്വീകരിക്കാൻ ഇവിടെ വെച്ചേക്കുന്നൊരു കണ്ടീഷൻ
അതിൻ്റെ 21 and 22 വായിക്കുമ്പോൾ 1 John 3, 21 and 22. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ചോദിക്കുന്നത് എന്തും അവൻ നമുക്ക് തരുന്നു. കാരണം നാം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവന് പ്രീതികരമായവ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഈ 1 John എടുത്തിട്ട് ഈ ഒരു സെൻറ്റൻസ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് അങ്ങനെ സംബഡി വാസ് ടെല്ലിങ് മീ ഈ പ്രോസ്പെറിറ്റി ഹോസ്പിറ്റലുകാർ എടുക്കുന്നൊരു വേർഡായിരുന്നു. അതായത് നാം ചോദിക്കുന്നത് എന്തും അവൻ നമുക്ക് തരുന്നു. കാരണം നാം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവന് പ്രീതികരമായവ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നാം ചോദിക്കുന്ന എന്തും അവൻ നമുക്ക് തരുന്നതാണ്. ഇപ്പോൾ ഇഫ് യു ആർ റീഡിങ് യോഹന്നാൻ്റെ ഈ 1 John മുഴുവൻ വായിക്കുവാണെങ്കിൽ 1 John പറയുന്നുണ്ട് എന്താ, അവൻ്റെ ഹിതപ്രകാരം നാം എന്താവശ്യപ്പെട്ടാലും. അല്ലാതെ ചോദിക്കുന്ന ലോട്ടറി എടുത്തിട്ട് കർത്താവ് ഈ ലോട്ടറി എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാൽ തരാമെന്നുള്ള വാഗ്ദത്തല്ല. ഈ 1 John 5:14 ഇങ്ങനെ നമ്മൾ വായിക്കുന്ന ദൈവഹിതം അനുസരിച്ച് നാം എന്താവശ്യപ്പെട്ടാലും അവൻ അത് കേൾക്കും എന്നതാണ് അവനിൽ നമുക്കുള്ള ഉറപ്പ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാണ്, ദൈവഹിതം അനുസരിച്ച് ഓർ വാട്ട് ഈസ് റിട്ടൺ, അല്ലെ നമുക്ക് ദൈവം വാഗ്ദത്വം നൽകിയിരിക്കുന്ന കാര്യം അത് നമുക്ക് തരാൻ വേണ്ടി ദൈവം എഴുതിയേക്കുന്നതാണ്. പക്ഷെ അത് കണ്ടീഷനിലാണ്. അതിലൊരു കണ്ടീഷൻ അവിടെ എഴുതിയേക്കുന്നത്, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, അവന് പ്രീതികരമായത് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്ന് എക്സ്പെക്റ്റഡാണ്. പിന്നെ വീണ്ടും പല സ്ഥലത്തും നമ്മൾ വായിക്കുന്നത്, ഇഫ് യു ആർ ഗോയിങ് ടു നെഹമിയ 1:5 വായിച്ചാൽ ഇതൊക്കെ നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യാൻ വേണ്ടിയാണ്. 1:5 വായിക്കുമ്പോൾ 4 and 5 എന്ന് വായിക്കുമ്പോൾ ഈ വചനങ്ങൾ കേട്ടപ്പോൾ ഞാൻ നിലത്തിരുന്ന് വിലപിച്ചു, ദിവസങ്ങളോളം കരഞ്ഞു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ഉപവാസവും പ്രാർത്ഥനയും തുടർന്നു. ഞാൻ അപേക്ഷിച്ചു, സ്വർഗത്തിലെ കർത്താവായ ദൈവമേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരോട് ഉടമ്പടി പാലിക്കുകയും അചഞ്ചല സ്നേഹം പുലർത്തുകയും ചെയ്യുന്ന വലിയവനും ഭീതിതനുമായ ദൈവമേ, നീ കാതോർക്കണമേ. ഇത് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. കാരണം ഇത് ഈ ഓൾഡ് ടെസ്റ്റമെന്റ് സയൻസ് അല്ലെ പഴയ നിയമത്തിലെ വിശുദ്ധരായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു. അതായത് സ്വർഗത്തിലെ കർത്താവായ ദൈവമേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരോട് ഉടമ്പടി പാലിക്കുകയും അചഞ്ചല സ്നേഹം പുലർത്തുകയും ചെയ്യുന്ന വലിയവനും ഭീതിതനുമായ ദൈവമേ, നീ കാതോർക്കണമേ. അപ്പം നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കാവനൻ്റെ ഉടമ്പടി വാഗ്ദത്തങ്ങൾ ബൈബിളിൽ നിറയുണ്ട്. ബട്ട് ഹു ഈസ് ഇൻഹെറിറ്റിംഗ് എന്നുള്ളത്, അതിന് നമ്മൾ യോഗ്യരാകണമെങ്കിൽ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരോടാണ് ദൈവം കവനന്റ് കീപ്പ് ചെയ്യുന്നത്. അത് ഇഫ് യു ആർ ഡിസൊബീഡിയൻറ്റ് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ നരകത്തിൽ പോകുന്നോ ഒന്നുമല്ല. ഇഫ് യു ആർ ഡിസൊബീഡിയൻറ്റ് യു വിൽ ലൂസ്. നമ്മൾ ഹീബ്രൂസ് 4:2 വായിക്കുമ്പോൾ അതോടെ വായിക്കുമ്പോൾ കാരണം അവർക്കെന്ന പോലെ നമുക്കും സദ്വാർത്ത ലഭിച്ചിരിക്കുന്നു. പക്ഷേ ആ സന്ദേശം കേട്ടവർ വിശ്വസിക്കായികയാൽ അതവർക്ക് ഉപകരിച്ചില്ല. അതെ, കാരണം നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുണ്ട്. വി ഓൾ ഹാവ് റിസീവ്ഡ് ലോട്ട് ഓഫ് പ്രോമിസസ് ഇൻ ദി ബൈബിൾ. ഒത്തിരി വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. നമ്മൾ പാട്ട് തന്നെ പാടാറില്ലേ, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപം, വാക്ക് നൽകിയവൻ മാറില്ല. ദെൻ 2 Peterൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ മെനിഫോൾഡ് വിസ്ഡം നമുക്ക് അല്ല, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വാഗ്ദത്തങ്ങളാണ് നമ്മുടെ നിക്ഷേപം, വാഗ്ദത്തങ്ങളാണ് നമുക്ക് നമ്മളെ എന്താ പറയുന്നത് ക്രിസ്തു കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് നടത്തുന്നതെല്ലാം 2 Peterൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ട്. ബട്ട് ഇത് നമുക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ബി അബ്സല്യൂട്ട്ലി ഒബീഡിയൻറ്റ് ടു ദി ലോർഡ്. ദെൻ ഇഫ് യു ആർ ടേക്കിംഗ് ദാനിയേൽ എടുക്കുമ്പോൾ സെയിം കാര്യം. കാരണം നമ്മളത് ഓർത്തിരിക്കണം. അല്ലാതെ നമ്മുടെ സൈഡിലൊരു ഡിസൊബീഡിയൻസ് ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ബ്ലോക്ക്ഡ് ആവും. അത് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. 9 വേഴ്സ് ഈ ദാനിയേൽ 9 എന്ന് വായിക്കുമ്പോൾ അതിൻ്റെ 3 പഠിക്കുന്നു. 9:3 തുടങ്ങി. അപ്പോൾ ഞാൻ ഉപവസിച്ചും ചാക്കൊടുത്തും ചാരം പൂശിയും പ്രാർത്ഥനയും യാചനയും വഴി കർത്താവായ ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ചു. എന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഇങ്ങനെ ഏറ്റുപറഞ്ഞു, കർത്താവെ, ഉന്നതനും ഭയദായകനുമായ ദൈവമേ, തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകൾ പാലിക്കുന്നവരോട് ഉടമ്പടി പാലിക്കുകയും അചഞ്ചല സ്നേഹം പുലർത്തുകയും ചെയ്യുന്നവനെ നിന്റെ കൽപ്പന. അപ്പൊ അവിടെ ഒരു ക്യാരക്ടർ പറയുകയാണ്,
ഉന്നതനും ഭയദായകനുമായ ദൈവമേ, തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരോട് ഉടമ്പടി പാലിക്കുകയും അചഞ്ചല സ്നേഹം പുലർത്തുകയും ചെയ്യുന്ന ദൈവം. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു. അവിടെ നൽകിയിരിക്കുന്ന വാഗ്ദത്തം എന്താ ഓർക്കണം? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ വാഗ്ദത്തം അല്ല, കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് ആ സ്ഥലത്ത് നൽകിയിരിക്കുന്ന വാഗ്ദത്തം എന്താ ഓർക്കണം? 14 എന്താ? ഇത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു വാഗ്ദത്താണ്. ഐ വിൽ റീഡ് ഇറ്റ്. 21 തുടങ്ങി. എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് പാലിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാൻ അയാളെ സ്നേഹിച്ച് അയാൾക്ക് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യും. കർത്താവെ, ലോകത്തിന് വെളിപ്പെടുത്താതെ ഞങ്ങൾക്കായിട്ട് നീ സ്വയം വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു. ഇനിയുള്ള ശ്രദ്ധിക്കണേ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എൻ്റെ പിതാവ് അയാളെ സ്നേഹിക്കും. അടുത്ത വാഗ്ദത്തം, ഞങ്ങൾ അയാളുടെ അടുക്കൽ വന്ന് അയാളിൽ വാസമുറപ്പിക്കും. See, the Almighty Triune God will come and dwell in your house or dwell in your life. ഞങ്ങൾ പ്ലൂറലായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ വന്ന് അയാളിൽ വാസമുറപ്പിക്കും. ആലോചിച്ച് നോക്കും, നമ്മൾ ആസ് എ ഫാമിലി അല്ലെ ആസ് ആൻ ഇൻഡിവിജ്വൽ അല്ലെ ആസ് എ ചർച്ച് കർത്താവിനെ മാനിച്ച്, കർത്താവിനെ ബഹുമാനിച്ച്, കർത്താവിൻ്റെ കൽപ്പനകളോട് ആദരവ് കാണിക്കുന്ന വ്യക്തിയോ കുടുംബമോ സഭയോ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഞങ്ങൾ അയാളുടെ അടുക്കൽ വന്ന് അയാളിൽ വാസമുറപ്പിക്കും. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു. 21 ഞാൻ അയാളെ സ്നേഹിച്ച് അയാൾക്ക് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യും. മെനി ടൈംസ് കർത്താവിനെ കുറിച്ചുള്ള നോളജിൽ ദാരിദ്ര്യ മനുഷ്യർക്ക് ദി നോളജ് ഓഫ് ദി ഹോളി വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ്. ദെൻ ഇത് കർത്താവ് വെളിപ്പെടുത്താത്തിടത്തോളം കാലം കർത്താവിനെ കുറിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെ വാഗ്ദത്തം പറഞ്ഞേക്കുന്നത് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരുടെ അടുക്കൽ വന്ന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. മീൻസ് കർത്താവിൻ്റെ ക്യാരക്ടർ, കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ പ്രവർത്തന രീതിയൊക്കെ നമുക്ക് ദൈവം മനസ്സിലാക്കി തരും. സോ ദാറ്റ് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് അകന്ന് ജീവിക്കാൻ പറ്റും. കാരണം കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്താൽ വി വിൽ നോട്ട് ബി കംഫർട്ടബിൾ. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ക്യാരക്ടറും കർത്താവിൻ്റെ സ്വഭാവവും നമുക്ക് മനസ്സിലാക്കി തരും. അതിന് കണ്ടീഷൻ ഇതാണ്, കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക്. അതർവൈസ് നമുക്ക് ഒന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ വേറെ സ്ഥലത്ത് വായിക്കുന്നില്ലേ, 1 Corinthians സിൻസ് ദീസ് ആർ സ്പിരിച്വലി ഡിസേണബിൾ ആയതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ആത്മാവിന് ജീവിതം കൊടുക്കാത്ത മനുഷ്യന് ഇത് വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഇതിൽ കമ്മിങ് ബാക്ക് ടു ലൂക്ക് ചാപ്റ്റർ 1 വരുമ്പോൾ, അപ്പോൾ ഇവർ റൈറ്റസ് ആയിരുന്നു, കൽപ്പനകളും അനുസരിക്കുന്നവരായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം അവർക്കുണ്ട്. അറ്റ് സെയിം ടൈം നമ്മൾ കാണുന്ന അറിയാവുന്ന സംഭവം സ്റ്റിൽ വായിക്കുക. എലിസബത്ത് വന്ധ്യയായിരുന്നതിനാൽ അവർക്ക് സന്താനം ഉണ്ടായിരുന്നില്ല. അവർ വയോവൃദ്ധരുമായിരുന്നു. അയാൾ തൻ്റെ ഗണത്തിൻ്റെ ഊഴമനുസരിച്ച് ദൈവസന്നിധിയിൽ പുരോഹിത വൃത്തി അനുഷ്ഠിക്കുമ്പോൾ പൗരോഹിത്യ ക്രമം അനുസരിച്ച് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപാർപ്പണം ചെയ്യുന്നുള്ള നറുക്ക് അയാൾക്ക് കിട്ടി. ധൂപാർപ്പണ സമയത്ത് ജനക്കൂട്ടം മുഴുവൻ പുറത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ധൂപബലിപീഠത്തിൻ്റെ വലതുവശത്ത് കർത്താവിൻ്റെ മാലാഖ നിൽക്കുന്നത് അയാൾ കണ്ടു. മാലാഖയെ കണ്ടപ്പോൾ സക്രിയ പരിഭ്രമിച്ചു. അയാൾ പരവശനായി. മാലാഖ അയാളോട് പറഞ്ഞു, സക്രിയ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തോഷവും കൈവരും. അയാളുടെ ജനനത്തിൽ അനേകർ സന്തോഷിക്കും. കാരണം കർത്താവിൻ്റെ മുമ്പാകെ അയാൾ വലിയവനായിരിക്കും. അയാൾ വീഞ്ഞോ മദ്യമോ കുടിക്കില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് അയാളിൽ നിറയും. അനേകം ഇസ്രായേൽ പുത്രന്മാരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അയാൾ തിരികെ കൊണ്ടുവരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്, സക്രിയ മാലാഖയോട് ചോദിച്ചു, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? കാരണം ഞാനൊരു വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വയോവൃദ്ധയുമാണ്. അപ്പോൾ ഇതിൽ ഈ മാലാഖ പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം. അപ്പോൾ സക്രിയ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കും. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നപ്പോൾ എന്താ സക്രിയ പറയുന്നത്? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. നമ്മൾ വെറുതെ ഞാൻ പ്രാർത്ഥിക്കും ഇല്ലേ? നമ്മൾ ഈ ചില കടയിൽ ചെല്ലുമ്പോൾ ആ സെയിൽസ് ഔട്ട്ലെറ്റിൽ നിൽക്കുന്ന പിള്ളേർ ചിലപ്പോൾ 9 മണിക്ക് ഗുഡ് ഡേ എന്ന് പറയും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയും. സെയിം വേ
ഈ പ്രാർത്ഥന ബിക്കെയിം എന്താ പറയുന്നത്, ഉരുവിടുന്ന കാണാപ്പാടം പഠിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് മാറും മെനി ടൈംസ്. അപ്പോൾ ഇത് പ്രോബബ്ലി വാട്ട് ഐ ബിലീവ് ഇവർ ചെറുപ്പത്തിൽ തുടങ്ങി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കാരണം കല്യാണം കഴിച്ച് പിള്ളേരുണ്ടായിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ച് തുടങ്ങിയതായിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് പിള്ളേരുണ്ടായില്ല. വയസ്സായപ്പോഴാണ് ചെറുപ്പത്തിൽ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ബട്ട് അത് ഇനിയിപ്പോൾ ഉണ്ടാവുമൊന്നുമില്ല എന്നറിയാം. സ്റ്റിൽ ചെറുപ്പത്തിൽ തുടങ്ങിയ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഇസ് മൈ ഓൺ എക്സ്പ്ലനേഷൻ. കാരണം ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരവാന്ന് പറയുന്നുകൊണ്ട് ഇത് സക്കറിയ വിശ്വസിക്കുന്നുമില്ല. കാരണം ഈ ഒരു യഹൂദനെ സംബന്ധിച്ച് ദർ ഈസ് പ്രസിഡൻസ്. കാരണം അബ്രാഹത്തിന് വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവിശ്വസിക്കാനൊരു ലോജിക്കും ഇല്ല, ഒരു റീസണും ഇല്ല. അത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പം ഈ നെബുക്കദ്നേസറിൻ്റെ മോൻ അൺഗോഡ്ലി ആയിട്ട് ജീവിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിന്റെ പിതാവിന് ഇതൊക്കെ സംഭവിച്ചു, ഇതെല്ലാം നീ കണ്ടിട്ടും നീ അതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഫസ്റ്റ് ജനറേഷൻ ആൾക്കാരുണ്ട്, സെക്കൻഡ് ജനറേഷനും. പിള്ളേരെല്ലാം സെക്കൻഡ് ജനറേഷനാണ്. അപ്പോൾ ആക്ച്വലി ഈ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാരെക്കാൾ സ്പിരിച്വൽ നോളജും സ്പിരിച്വൽ എൻലൈറ്റൻമെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കേണ്ടവരാണ് സെക്കൻഡ് ജനറേഷൻ. ബട്ട് മെനി ടൈംസ് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. അതിനൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല, ദോ ഇറ്റ് ഈസ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്. കാരണം തിമോത്തി തേർഡ് ജനറേഷനാണ്. വല്യമ്മ, അമ്മ, ദെൻ തിമോത്തി. പക്ഷെ തിമോത്തി വാസ് ബെറ്റർ ദാൻ ദി പ്രീവിയസ് ജനറേഷൻസ്. അപ്പം ഈ എന്താ പറയുക, ഒരു ജനറേഷൻ കഴിയുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞു പോകുമെന്ന് പറയുന്നതിനൊന്നും ഒരു ബൈബിളിൽ ഒരു ലോജിക്കും ഇല്ല. കാരണം ഇതെല്ലാം എവറിത്തിങ് ഈസ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ മാലാഖ പറയുന്നതിന് പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എന്നാൽ സക്കറിയ പറയുന്നത് എങ്ങനെ സംഭവിക്കും? ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. അതായത് നമ്മൾ വിശ്വസിക്കാതെ വെറുതെ പ്രാർത്ഥിക്കും. കാരണം വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ഇഫ് യു ഗോ ടു ഹീബ്രൂസ് 11 എടുക്കുമ്പോൾ 11:6 വായിക്കുമ്പോൾ വിശ്വാസം കൂടാതെ അവനെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ദൈവത്തെ സമീപിക്കുന്ന ഏവനും അവനുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കണം. അപ്പൊ ഇതില് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് കാരണം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വിശ്വാസമുണ്ട്, ഇവർക്കും വിശ്വാസമുണ്ട്. നോക്കി ഇവർ റൈറ്റസ് ആണ്, എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവരുമാണ്. അപ്പം നമ്മളുടെ ഒരു നിഴലാവരും, നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും. നമ്മൾ അസ്വറാസ് വീനോ നമ്മൾ ദൈവത്തോട് റെബല്യസ് ആയിട്ട് ജീവിക്കുന്നവരല്ല, നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നവരുമാണ്. അറ്റ് ദി സെയിം ടൈം നമ്മളവിടെ ഹീബ്രൂസിൽ വായിച്ചു, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ് വിതൗട്ട് ഫെയ്ത്ത്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് പ്രസാദം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പം മോശയോട് ദൈവം പറയുന്നുണ്ട്, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ അടുത്തറിയും, നിന്നിൽ പ്രസാദിക്കുകയും ചെയ്തിരിക്കുന്നു. അറ്റ് ദി സെയിം ടൈം ഇപ്പോൾ സാംസൺ രക്ഷിക്കപ്പെട്ട ആളാണ്, വിശ്വാസത്തിൻ്റെ വീര്യപ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് വെൻ ഹി വാസ് കണ്ടിന്യൂസ്ലി റബല്ലിങ്, അല്ലെങ്കിൽ ജഡത്തിന് കീഴടങ്ങി പോയി ഒരു സ്റ്റേജിൽ കർത്താവ് വിട്ടുപോയി. നമ്മളെ സംബന്ധിച്ച് പൊതുവെ ക്രിസ്ത്യ കോണത്തിൽ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള ഒരു ടൈറ്റിലിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാവുന്ന ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ നാട്ടിലെ കൾച്ചർ വെച്ചാൽ പറയുന്നത്, പണ്ട് SLC ജയിച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. SLC ജയിച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എലിജിബിൾ ആകുന്നു എന്നല്ലാതെ SLC പാസ്സാകുന്ന എല്ലാവരും ഒരേ കണ്ടീഷനിലല്ല എത്തിപ്പെടുന്നത്. സെയിം വേ നമ്മൾ രക്ഷിക്കപ്പെട്ട വി ആർ ഓൾ ഡിഫറെൻറ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ സിൻസിയറിറ്റി, നമ്മുടെ ലവ്, കർത്താവിനോടുള്ള സ്നേഹം, സാക്രിഫിഷ്യൽ ലവ്, അല്ലെങ്കിൽ ഇതിനെല്ലാം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പോൾ പറയുന്നില്ലേ, യു നോ ദി എയിം ഓഫ് മൈ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതെല്ലാം ഡിഫറെൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, കർത്താവ്. അപ്പോൾ കർത്താവിൻ്റെ നോട്ടത്തിൽ വി ആർ ഓൾ ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രസാദകരമായിട്ട്, കർത്താവിന് പ്രസാദകരമായിട്ട് ജീവിക്കാനുള്ള ഒരു വലിയ തേഴ്സ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് വി ആർ ലേണിംഗ് ഫ്രം ദി സ്ക്രിപ്ചർ. അപ്പോൾ ഇവിടെ ഇവർ രക്ഷിക്കപ്പെട്ടവർ ഒബീഡിയൻറ്റ് ടു ദി സ്ക്രിപ്ചറുമാണ്. ബട്ട് ഈ ഒരു ആൻസർ വന്നപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ജീവിതത്തിൽ. കാരണം പലപ്പോഴും ചില ആൾക്കാർ വളരെ നല്ല ആൾക്കാരായിരിക്കും, നല്ല ക്രിസ്ത്യാനികളായിരിക്കും, നല്ല
കമ്മിറ്റഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ വളരെ വീക്കായിരിക്കും, അല്ലെങ്കിൽ അവിശ്വാസികളെ പോലെ സംസാരിക്കും. മീൻസ് ബൈബിളിലെ പല ബേസിക് പ്രിൻസിപ്പിൾസും അങ്ങ് മറന്നു പോകും. ഫോർ എക്സാമ്പിൾ, കർത്താവ് പറഞ്ഞു ഒരു തലമുടി നാര് നമ്മുടെ തലയിൽ നിന്ന് വീഴണമെങ്കിൽ അത് ഇറ്റ് മസ്റ്റ് ബി വിത്ത് ദി കൺസെന്റ് ഓഫ് ദി ലോർഡ്. അത് ഒരു പാരബിളാണോ അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് ടേമാണോ വിശ്വസിക്കുന്നതിൽ അർത്ഥമല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ലിറ്ററലി ഇറ്റ് ഈസ് ട്രൂ. കാരണം ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ, ദൈവം അറിയാതെ ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കില്ല. എവറിത്തിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഈ 2 Chronicles ലോകത്തിലെ മനുഷ്യർ പറയുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് 2 Chronicles 22 ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാനാണ്. 22 വേഴ്സ് 7 ഒന്ന് വായിക്കാം. യോറാമിനെ സന്ദർശിക്കാനുള്ള പോക്കിൽ അഹസ്യാവിന്റെ വീഴ്ച സംഭവിക്കണമെന്നായിരുന്നു ദൈവനിശ്ചയം. മതി, കാര്യം പറയാം. അപ്പം ഇവിടെ യോറാമിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അഹസ്യാഹു പോയി, വഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയേക്കുവാണ്, യോറാമിനെ സന്ദർശിക്കാനുള്ള പോക്കിൽ അഹസ്യാഹിൻ്റെ വീഴ്ച സംഭവിക്കണം എന്നായിരുന്നു ദൈവനിശ്ചയം. ഇപ്പോൾ ശൗല്, നമുക്കറിയാം ശൗല് സൂയിസൈഡ് ചെയ്തു. പക്ഷെ ബൈബിളിൽ എഴുതിയേക്കുന്നത് കർത്താവ് അവനെ കൊന്നെന്ന് എഴുതിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് എവറിത്തിങ് ഈസ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി ലോർഡ്. ഇത് നമുക്കൊരു ബേസിക് ആയിട്ട് നമുക്ക് ആ നോളജ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ദൈവത്തെ ദൈവമായിട്ട് മഹത്വപ്പെടുത്തുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജെറമിയ ഇൻ ഹിസ് അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇഫ് യു ഗോയിങ് ടു ജെറമിയ 10:23 വായിക്കുമ്പോൾ ഒന്ന് വായിക്കും. കർത്താവേ, മനുഷ്യന്റെ വ്യാപാരങ്ങൾ അയാളുടെ സ്വാധീനത്തിലല്ലെന്നും മനുഷ്യന്റെ കാലടികളെ നയിക്കുന്നത് അയാളല്ലെന്നും ഞാൻ അറിയുന്നു. അതെ, അത് മതി. അപ്പം ജെറമിയ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റാ, മനുഷ്യന്റെ വ്യാപാരങ്ങൾ വായിക്കാം. കർത്താവേ, മനുഷ്യന്റെ വ്യാപാരങ്ങൾ അയാളുടെ സ്വാധീനത്തിലല്ലെന്നും മനുഷ്യന്റെ കാലടികളെ നയിക്കുന്നത് അയാളല്ലെന്നും ഞാൻ അറിയുന്നു. then if you are going to Proverbs 19 എടുക്കുമ്പോൾ 2-3 സ്ക്രിപ്ചർ എടുക്കുന്നുള്ളൂ, നമുക്കറിയാവുന്ന സത്യങ്ങളാണ്. അതിൻ്റെ 19:21 മനുഷ്യ മനസ്സിലെ പദ്ധതികൾ പലതാണ്, എന്നാൽ കർത്താവിൻ്റെ ഹിതമാണ് നിറവേറുക. മനുഷ്യ മനസ്സിലെ പദ്ധതികൾ പലതാണ്, നമുക്കറിയാവുന്ന കാര്യം. എന്നാൽ കർത്താവിൻ്റെ ഹിതമാണ് നിറവേറുക. ഇഫ് യു ഗോയിങ് ടു Lamentations 3:37 വായിക്കുമ്പോൾ അതൊന്ന് വായിക്കും. കർത്താവ് കൽപ്പിച്ചാലല്ലാതെ മറ്റാര് കൽപ്പിച്ചാലാണ് എന്തെങ്കിലും സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. കർത്താവ് കൽപ്പിച്ചാലല്ലാതെ മറ്റാര് കൽപ്പിച്ചാലാണ് എന്തെങ്കിലും സംഭവിക്കുക. അപ്പം നമ്മൾ ഈ സംഭവങ്ങളെ കാണുന്നുള്ളൂ. നമ്മൾ പലപ്പോഴും അതിനെ സ്വാഭാവികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ഫ്രം അവർ ലൈഫ്. കാരണം നമ്മളൊരു സുപ്രീം സോവറിൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. നമുക്ക് പീലാത്തോസ് കർത്താവിനോട് പറഞ്ഞു, നിന്നെ സ്വതന്ത്രനാക്കാനും നിന്നെ വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയില്ലേ? കർത്താവ് വിത്ത് ദി മജസ്റ്റിക് വോയിസ് ഓഫ് ദി സൺ ഓഫ് ഗോഡ് പറഞ്ഞു, നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരമില്ല. ഉന്നതത്തിൽ നിന്ന് അനുവദിച്ചില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഇല്ല. And if you are going to Amos 3:6 നഗരത്തിൽ കാഹളം ഓതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമ്പോൾ അടുത്ത സെന്റൻസ്, കർത്താവ് വരുത്തിയാലല്ലാതെ നഗരത്തിന് അനർത്ഥം ഉണ്ടാകുമോ? കർത്താവ് വരുത്തിയാലല്ലാതെ നഗരത്തിന് അനർത്ഥം ഉണ്ടാകും. നമ്മളിപ്പോൾ വി ആർ സീയിങ് സോ മെനി എർത്ത്ക്വേക്സ്, നാശങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടിരിക്കുക. അധികം ആരും അറിഞ്ഞില്ലെങ്കിലും മ്യാൻമാറിൽ വലിയ ഹെവി എർത്ത്ക്വേക്ക് ഉണ്ടായി. അതൊക്കെ കർത്താവ് കൽപ്പിക്കാതെ ഒന്നും സംഭവിക്കില്ല. ഇത് ലോർഡ്, ഇത് സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
then if you are going to ജോണിൻ്റെ ഗോസ്പൽ എടുക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു നമുക്കുള്ള സെക്യൂരിറ്റി, നമുക്കുള്ള സംരക്ഷണം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. ഇപ്പോൾ ജോൺ ഗോസ്പൽ 8 എടുക്കുമ്പോൾ 8:20 വായിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ, ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ പണ്ടാര സ്ഥലത്ത് വെച്ചാണ് അവൻ ഈ വാക്കുകൾ പറഞ്ഞത്. എന്നാൽ അവനെ ആരും പിടികൂടിയില്ല, കാരണം അവന്റെ സമയം ഇനിയും എത്തിയിരുന്നില്ല. അതെ, അതായത് അൺലെസ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ഫ്രം എബവ് nothing will happen. Against chapter 7 verse 30 വായിക്കുമ്പോൾ സെയിം യോഹന്നാന്റെ, അവർ യേശുവിനെ പിടികൂടാൻ ആഗ്രഹിച്ചു, പക്ഷെ ആരും അവന്റെ മേൽ കൈവച്ചില്ല, കാരണം അവന്റെ സമയം ഇനിയും എത്തിയിരുന്നില്ല. അതായത് പിതാവ് അനുവദിക്കാതെ നമുക്ക് ഗോഡ് ഈസ് പ്ലാനിങ് എവരിതിങ്. ദൈവത്തിന്റെ സമയത്തല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇഫ് യു ആർ ഗോയിങ് ടു Psalm 31 verse 15 വായിക്കുമ്പോൾ, എന്റെ കാലം നിന്റെ കയ്യിലാണ്, ശത്രുക്കളുടെ മതി. അപ്പൊ അതിൽ ഇംഗ്ലീഷാണ് മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. Then if you are going to Psalm 75 verse 2, അതോടെ വായിക്കും, ബെൻഷൻ വായിക്കും ഇംഗ്ലീഷ്. When I choose the proper time, I will judge uprightly. അതെ, when I will choose the proper time. നമ്മൾ പലപ്പോഴും പലതും വേണ്ടി ഇറ്റ്സ് അവർ ഡ്യൂട്ടി, നമ്മൾ പ്രാർത്ഥിക്കും, ബട്ട് ദി time will be decided by the Lord. When I choose the proper time, I will judge. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വിത്തൗട്ട് ഫെയ്ത്ത് യു കനോട്ട് പ്ലീസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോഴോ, വിത്ത് ഫെയ്ത്ത് യു ക്യാൻ പ്ലീസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പോൾ നമുക്ക് എന്താ റോൾ നമ്മൾ വിചാരിക്കും, നമുക്ക് സാൽവേഷൻ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാ, ബട്ട് നമ്മുടെ ഫെയ്ത്ത് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ ദൈവപക്ഷത്ത് അനീതി ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ സ്ഥലം എടുക്കുന്ന റോമൻസ് 12 നമ്മൾ വായിക്കുന്നത്, ഓരോരുത്തരും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തോത്, തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ നൽകപ്പെട്ടതാ. ഗോഡ് ഈസ് ഇമ്പാർഷ്യൽ. അപ്പോൾ ദൈവം നമുക്ക് വിശ്വാസം തരുന്നത് നമ്മുടെ ജീവിതത്തെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിനറിയാം ഹൗ മച്ച് ഫെയ്ത്ത് യു ക്യാൻ പൊസസ്. കാരണം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോടുള്ള വിശ്വസ്തതയ്ക്ക് അനുസരിച്ചായിരിക്കും ദൈവം നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും തരുന്നത്. ഗോഡ് ഈസ് ഇമ്പാർഷ്യൽ. ദൈവത്തിന് മുഖപക്ഷയില്ല. അപ്പം നമുക്ക് നമ്മൾ അറിഞ്ഞ സത്യങ്ങളോടുള്ള ആത്മാർത്ഥത, അല്ലെങ്കിൽ സത്യം അറിയാനുള്ള തേഴ്സ്റ്റ്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ഇതിൻ്റെ എല്ലാം ബേസിലാണ് ദൈവം നമുക്ക് ഓരോ ഗിഫ്റ്റുകളും തന്നുകൊണ്ടിരിക്കുന്നത്. ഇഫ് യു ആർ ഗോയിങ് ടു റോമൻസ് 12 എടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വാട്ട് ഐ വാണ്ട് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us to be, we are to grow in the faith. നമുക്ക് ഫെയ്ത്ത് ഇല്ലെങ്കിൽ നമ്മൾ വെറും എന്താ പറയുന്നത്, ദരിദ്രവാസികളായിരിക്കും ലോകത്തിൽ. മീൻസ് മെറ്റീരിയൽ ഇതിലല്ല പറയുന്നത്, ക്രിസ്ത്യൻ ലൈഫിൽ അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളൊന്നും ഇല്ലാത്തവരായിത്തീരും. സോ റോമൻസ് 12 എടുക്കുമ്പോൾ അതിൻ്റെ ഒരു വേർഡ്, അത് ഇംഗ്ലീഷ് വായിക്കും, ഒന്ന് വായിക്കാം. 12:6 ആണെന്ന് വായിക്കാം. Having then gifts differing according to the grace. Having then gifts differing according to grace. അപ്പോൾ ഗിഫ്റ്റ്, സോ ദാറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. ഈ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ട എല്ലാ ഗിഫ്റ്റ്, ഇപ്പോൾ ഒത്തിരി ഗിഫ്റ്റ് ഓഫ് ഡിസൈൻമെൻ്റ് ഉണ്ട്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്, ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശരിയാണ് ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഇല്ല എന്ന് പറഞ്ഞ് രോഗി സൗഖ്യം പ്രാർത്ഥിക്കാതിരിക്കുമല്ല, നോ. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഗ്രാഫ. ഇറ്റ്സ് എ 0 to 100 എന്ന് പറയുന്ന പോലെ ഇത് നമുക്ക് ദൈവം, ഇതെല്ലാം ഗിഫ്റ്റ് നമുക്കെല്ലാം ഉണ്ട്. ഗിഫ്റ്റ് ഇൻ ദി സെൻസ്, ഇപ്പം നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിനക്ക് ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് ഇല്ലാത്തവനെ അതുകൊണ്ട്, അല്ല ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഇല്ലാത്തവനെ അതുകൊണ്ട് സൗഖ്യമാകില്ല എന്ന് പറഞ്ഞു, നോ. വി ഓൾ ഹാവ് ഓൾ ഗിഫ്റ്റ്സ്. പക്ഷെ അത് പറഞ്ഞേക്കുന്ന ഗിഫ്റ്റ്സ് വേരി ചെയ്യുന്നത് എന്ത് കണ്ടീഷനിലാണ്? ഒന്നുകൂടെ വായിച്ച് ഇംഗ്ലീഷ് വായിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. Having then gifts differing according to the grace. അപ്പോൾ അത് മലയാളം കൂടെ ഞാൻ വായിക്കും. മലയാളത്തിൽ എക്സാക്ട്ലി മീനിങ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് 12:6 നമുക്ക് നൽകപ്പെട്ട കൃപയ്ക്ക് അനുസൃതമായി നമ്മുടെ വരങ്ങൾ വ്യത്യസ്തങ്ങളാണ്. സോ വി ആർ ഓൾ ഡിഫറെൻറ്റ് അക്കോർഡിംഗ് ടു ഗ്രേസ്. അപ്പോൾ ഗ്രേസ് കിട്ടുന്ന എങ്ങനെയാണ്? പല സ്ഥലത്ത് പലതും എഴുതിയിട്ടുണ്ട്. ആൻഡ് ഗോഡ് ഗീവ്സ് ഗ്രേസ് ടു ദി ഹംബിൾ
ആൻഡ് റെസിസ്റ്റ് ദി പ്രൗഡ്. ദെൻ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, തിമോത്തി യു ഗ്രോ ഇൻ ദി ഗ്രേസ് വിച്ച് ഈസ് ഫ്രം ദി ലോർഡ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഒരേ ഒരു ക്യാരക്ടറെ കർത്താവിൽ നിന്ന് പഠിക്കാൻ ആവശ്യപ്പെട്ടുള്ളൂ, അല്ലേ? യു ലേൺ ഫ്രം മീ ബിക്കോസ് ഐ എം ഹംബിൾ എന്ന് കർത്താവ്. കാരണം ഇഫ് യു ആർ ഹംബിൾ, അതോടുകൂടി എല്ലാം ആഡ് ചെയ്യപ്പെടും. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഹംബിൾ, നത്തിങ് വിൽ ബി ആഡ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഹ്യൂമിലിറ്റി തന്നെ ഒഴുകി വരുന്ന ഒരു ക്യാരക്ടറല്ല. സോ നമ്മളെന്താ വായിക്കുന്നത്? ഫസ്റ്റ് പീറ്ററിൽ വായിക്കുന്നത് ഹംബിൾ യുവർ സെൽഫ്. നമുക്കറിയാം, വെൻ യു ആർ നോട്ട് ഹംബിൾ, ഹോളി സ്പിരിറ്റ് വിൽ ഡെഫിനറ്റ്ലി ടെൽ യു യു ആർ നോട്ട് ആക്ടിങ് ഇൻ ഹ്യൂമിലിറ്റി. അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട ദൈവം അക്സെപ്റ്റ് ചെയ്യും. അല്ല, നമ്മളാരും ബൈ ബർത്ത് അല്ലെ ബൈ നേച്ചർ നല്ല ആൾക്കാരല്ല. നമ്മൾ വി ആർ ഓൾ ബാഡ്. നമ്മളിലൊരു നന്മയില്ല. എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ നമുക്ക് കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുന്നാലേ. ഇലക്ട്രോ മാഗ്നറ്റിന് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ സീറോ മാഗ്നറ്റിസം ആയിരിക്കുന്ന പോലെ കർത്താവിൽ നിന്ന് വിട്ടാൽ നമുക്കൊന്നുമില്ല. വി ആർ സീറോ. അപ്പം ഇതിൽ അവർ ഗിഫ്റ്റ് ഈസ് വേരിയിങ്, അല്ലെ നമ്മുടെ ക്രിസ്ത്യൻ ക്വാളിറ്റി ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു ഫേസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കുന്നത് നമ്മുടെ ഗ്രേസിലുള്ള വ്യത്യാസം കൊണ്ടാണ്. പോൾ പറഞ്ഞു, ഞാൻ എന്തായിരിക്കുന്നു അത് ഇറ്റ്സ് ബൈ ഗ്രേസ്. നമ്മളെ സംബന്ധിച്ച് ഇഫ് യു ആർ ഗ്രോയിങ് ഡൗൺവേർഡ് യു വിൽ ബി എക്സാൾട്ടഡ് ബൈ ദി ലോർഡ്. നമുക്ക് എത്രത്തോളം ഹ്യൂമിലിറ്റി ഉണ്ട്, നമ്മൾ എത്രത്തോളം നമ്മളെ താഴ്ത്തി കൊടുക്കാൻ വില്ലിങ്, എത്രത്തോളം നമ്മൾ ഹംബിൾ, ഇതിനനുസരിച്ച് നമ്മുടെ ക്രിസ്ത്യൻ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൽ അതിൽ ഈ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. ദി മോർ യു ആർ ഹംബിൾ, മോർ ഫെയ്ത്ത് യു വിൽ ബി ഹാവിങ്. കാരണം ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താ? ഡിപ്പെൻഡൻസ് അപ്പൺ ദി ലോർഡാണ്, അല്ലേ? എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഫെയ്ത്ത്. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കർത്താവ് എന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി അത് ഹൃദയത്തിൻ്റെ ലാംഗ്വേജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകും. കാരണം നമുക്ക് കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ ഇൻ നീഡ് ഓഫ്. കാരണം നമുക്ക് ജീവിച്ചേ പറ്റൂ ഈ ലോകത്തിൽ. ഇല്ല, നമ്മളതല്ലേ വായിക്കുന്നത്. അതായത് ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതിന് ഞാനില്ല, ഞാനിന്ന് ജീവിക്കുന്നത് ദൈവപുത്രനിലുള്ള വിശ്വാസം കൊണ്ട്. കാരണം ദൈവത്തിലുള്ള വിശ്വാസം, ചില ആൾക്കാർ വളരെ ഫൂളിഷ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാറുണ്ട്, ഞങ്ങൾക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവം മാത്രമുള്ളവൻ ഹീസ് മോസ്റ്റ് പവർഫുൾ മാൻ. നമുക്ക് ദൈവം മാത്രം അല്ലാത്തതാണ് നമ്മുടെ വീക്ക്നെസ്സിൻ്റെ കാരണം. ഇപ്പം നമ്മൾ ഈ സത്യവദസ്തുതി വായിക്കുമ്പോൾ ജെറമ്യ 17:7 ഇങ്ങനെ വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഇവിടെ കമ്മിങ് ബാക്ക് ടു ലൂക്ക് 1 ഇവർ നല്ല ആൾക്കാരാണ്, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കാണ്. പക്ഷേ ദൈവം പറഞ്ഞപ്പോൾ അല്ല ഉത്തരം വന്നപ്പോൾ ഹി വാസ് നോട്ട് ഏബിൾ ടു ബിലീവ് ഇറ്റ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, ഇത് വിശ്വസിക്കാതിരുന്നപ്പോൾ സോ അതിനെ ദൈവം ലൈറ്റായിട്ട് എടുത്തില്ല. ഇതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ ഇവിടെ മാലാഖ മറുപടി പറഞ്ഞു, ഞാനിങ്ങനെ വിശ്വസിക്കും, കാരണം ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വയോവൃദ്ധയുമാണ്. പ്രസിഡൻസ് ഉണ്ട്, അബ്രാഹാം വയസ്സനായിരുന്നു, സാറ വയസ്സിയായിരുന്നു, പിള്ളേരുണ്ടായി. അപ്പം ദൈവം ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തതല്ല, ചെയ്ത അനുഭവമുണ്ട്. പക്ഷേ മറിയത്തിൻ്റെ കേസിലാണെങ്കിൽ നെവർ ഇറ്റ് ഹാപ്പൻഡ്. അതുകൊണ്ട് മറിയം ചോദിച്ചത് എങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചപ്പോൾ ദൈവം ഒരു പണിഷ്മെൻറ്റും കൊടുത്തിട്ടില്ല, കാരണം ഇത് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാലാഖ മറുപടി പറഞ്ഞു, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ഞാൻ. ഐ ആം ഗബ്രിയേൽ, വെറും ഗബ്രിയേൽ അല്ല, സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോർഡ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും ഈ നല്ല വാർത്ത തന്നെ അറിയിക്കാനും എന്നെ അയച്ചിരിക്കുന്നു. നോക്കൂ, യഥാകാലം യാഥാർത്ഥ്യമാകാനിരിക്കുന്ന എൻ്റെ വാക്കുകൾ നീ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഇത് സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനായിരിക്കും, ഊമനായിരിക്കും. നമ്മളെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തത്തോട് നമുക്കുള്ള ആറ്റിറ്റ്യൂഡ്? ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്താണ്. അല്ലെങ്കിൽ നമ്മൾ പോൾ ടെസ്റ്റമെൻ്റൊക്കെ നോക്കിയാൽ അബ്രാഹത്തിന് മക്കളുണ്ടായി. ദെൻ ഇപ്പോൾ നിയമം എടുത്താൽ നിങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമായിട്ട് കിടക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ വന്ധ്യമാരോ ഗർഭമലസുന്ന സ്ത്രീകളോ ഉണ്ടായിരിക്കില്ല. വായിച്ചിട്ടില്ലേ? നിയമത്തിൽ വായിച്ചിട്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് എല്ലാവരും പ്രാപിച്ചില്ല എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം അത്. അപ്പോൾ ഇവിടെ ഈ സക്രിയയ്ക്ക് ഒരു ന്യായമില്ല ഇത് അവിശ്വസിക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒത്തിരി പേഴ്സണൽ എക്സ്പീരിയൻസുകളുണ്ട്. ഒരു ഹീബ്രൂസ് 12 നമ്മൾ വായിക്കുന്ന പോലെ വിശ്വാസികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ബൈബിളിൽ വിശ്വാസികളുടെ കൂട്ടങ്ങളുണ്ട്. അത് ദർ ഈസ് നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ us ടു അൺബിലീവ് ദി പ്രോമിസസ് ഓഫ് ദി ലോർഡ്. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളത് വിശ്വസിച്ചില്ലെങ്കിൽ
അതങ്ങ് അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്ന നമ്മൾ വിചാരിച്ചു വിശ്വസിച്ചില്ല, ഇറ്റ്സ് ഓക്കെ. ബട്ട് ബൈബിൾ സേസ് ഇഫ് യു ആർ ഗോയിങ് ടു നമ്പേഴ്സ് 14 എടുക്കുമ്പോൾ നമ്പേഴ്സ് 14:33 വായിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ 40 വത്സരം മരുഭൂമിയിൽ ഇടയന്മാരായിരിക്കും. നിങ്ങളിൽ അവസാനത്തെ വ്യക്തിയുടെ ശവം ഈ മരുഭൂമിയിൽ വീഴുന്നത് വരെ അവർ നിങ്ങളുടെ അവിശ്വാസത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. അതെ. സോ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ശരി ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ എല്ലാം പറയാറുള്ള കാര്യങ്ങളല്ലേ. ഇപ്പം കർത്താവിൻ്റെ വാഗ്ദത്വം നമുക്കുണ്ട്, എങ്കിലും സാഹചര്യങ്ങൾ പലപ്പോഴും അത് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെ ഇവിടെ സക്കറിയയ്ക്കും പറ്റി. സക്കറിയയ്ക്ക് അറിയാം ദൈവത്തിൻ്റെ വാഗ്ദത്തം അറിയാം, അബ്രാഹത്തിന് കുഞ്ഞുണ്ട കാര്യങ്ങളൊക്കെ അറിയാം. ബട്ട് ഇത് ചെറുപ്പം തുടങ്ങിയുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ വെൻ ദി ബോഡി ബിക്കെയിം വീക്ക്, അതല്ലേ പറയുന്നത്. അതായത് ഞാനിപ്പോൾ വയസ്സിനാണ്, ഭാര്യയും വയസ്സിയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാഹചര്യങ്ങൾ ഈ വാഗ്ദത്തം ലഭിക്കുന്നതിന് പ്രതികൂലമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹ്യൂമൻലി സ്പീക്കിംഗ് ഇതിന് സാധ്യതകളില്ലാതെ വരുമ്പോൾ, അപ്പോഴും ദൈവം നമ്മുടെ വിശ്വാസത്തെ മനസ്സിലാക്കുന്നത്. കാരണം ഇഫ് എവറിത്തിങ് ഈസ് കൺഡ്യൂസീവ്, എല്ലാം അനുകൂലമാണെങ്കിൽ വിശ്വാസം വേണ്ട ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ $100 ഉണ്ട്, $10 ഒരു സാധനം വാങ്ങിക്കാനായിട്ട് വിശ്വാസമൊന്നും വേണ്ട, കൊണ്ട് കൊടുത്താൽ എനിബഡി വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ $100 ഉണ്ട്, നീഡ് ഈസ് $10,000. അപ്പോൾ അതൊക്കെ ആകാശത്തേക്ക് നോക്കിയേ പറ്റും, കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയേ പറ്റും. മീൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇമ്പോസിബിലിറ്റീസ് ആണ് വി ആർ അണ്ടർ എന്താ പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ദി ലോർഡ്. ഇഫ് ഐ ഗോയിങ് ടു Isaiah 50:10 തുടങ്ങി വായിക്കുമ്പോൾ കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ ദാസന്റെ സ്വരം കേട്ട് അനുസരിക്കുന്നവനായും ശ്രദ്ധിക്കണം, ഓടിച്ചു വായിക്കുന്നു. കർത്താവിന് ഭയപ്പെട്ട് അവന്റെ ദാസന്റെ സ്വരം കേട്ട് അനുസരിക്കുന്നവനായും, ഇനിയുള്ള ശ്രദ്ധിക്കണ്ടേ, വെളിച്ചമില്ലാതെ ഇരുട്ടിൽ നടക്കുമ്പോഴും കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ശരണപ്പെടുന്നവനായും നിങ്ങളിൽ ആരുണ്ട്? ഒരു ചോദ്യചിഹ്നം. അതായത് ഹ്യൂമൻലി സ്പീക്കിംഗ് ദർ ഈസ് നോ ചാൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം സാധ്യമാകാൻ ഒരു ചാൻസും ഇല്ല. അതായത് വെളിച്ചമില്ലാതെ ഇരുട്ടിൽ നടക്കുക, കാരണം ഒരു ഐഡിയ ഇല്ല, കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ആൾക്കാർ പറയാറില്ലേ, ഇപ്പോൾ നമ്മളിവിടെ PR-ന് ട്രൈ ചെയ്യുന്ന പിള്ളേർ പറയാറുണ്ട്, എൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. നമുക്ക് നോർമൽ തിങ്സ് നമുക്ക് ദൈവം തരുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ പ്രത്യേക കരമൊന്നും ആരും കാണത്തില്ല. ബട്ട് വെൻ ദി ഇമ്പോസിബിൾ തിങ്സ് ആർ ബിക്കമിങ് പോസിബിൾ, അപ്പോൾ ദൈവത്തിൻ്റെ കരം കാണും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം കാണില്ല. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് എന്താ പറയുക, ഇമ്പോസിബിലിറ്റീസിനെ പോസിബിൾ ആക്കുന്ന, അതാ ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് കർത്താവിന് ഭയപ്പെട്ട് ദാസന്റെ സ്വരം കേട്ട് അനുസരിക്കുന്നവനായും. അപ്പോൾ ഇതിൽ പോസിബിലിറ്റി ഇല്ല, പക്ഷേ ട്രസ്റ്റിംഗ് ദി ലോർഡ്. അബ്രാഹത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങോട്ടേക്കെന്ന് അറിയില്ല, പക്ഷെ ഇറങ്ങി പുറപ്പെട്ടു, കാരണം പറഞ്ഞ ആൾ വിശ്വസ്തനാണെന്ന് അറിയാം. എങ്ങോട്ടേക്കെന്ന് അറിഞ്ഞില്ല, ബട്ട് ആരാ പറഞ്ഞതെന്ന് അറിയായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കണം. ഇമ്പോസിബിലിറ്റീസ് എന്നുള്ള ഒന്നിൻ്റെ മുമ്പിൽ നമ്മൾ സറണ്ടർ ചെയ്യേണ്ടവരല്ല, കാരണം ഗോഡ് ഈസ് വിത്ത് അസ്. അതെവിടെ ചോദിച്ചേക്കുന്നത്, കർത്താവിന് ഭയപ്പെട്ട് ഇരുട്ടിൽ നടക്കുമ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച്. കാരണം എനിക്കറിയില്ല, പക്ഷേ ഐ ആം ഇൻ നീഡ് ഓഫ് ഇറ്റ്. പക്ഷെ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഗോഡ് വിൽ ഡു ഇറ്റ് ഫോർ മീ. അതിൻ്റെ ഉത്തരം നമ്മൾ വേറൊരു സ്ഥലത്ത് വായിക്കുന്നില്ലേ, ഉത്തരം കിട്ടുന്നിടം വരെ ദാസൻ യജമാൻ്റെ മുഖത്തോട്ട് നോക്കുന്നത് പോലെ, ദാസി യജമാനത്തിയുടെ മുഖത്തേക്ക് നോക്കുന്ന പോലെ, കർത്താവിനുള്ള ഉത്തരം കിട്ടുന്നിടം വരെ ഞാൻ കർത്താവിൻ്റെ മുഖത്തോട്ട് കാത്തിരിക്കും. കാരണം ദൈവത്തിൽ ആശ്രയം വെച്ചവരെ ലജിക്കാനിടയായിട്ടില്ല. വൺ ഹു പുട്ട്സ് ഹിസ് ട്രസ്റ്റ് ഇൻ ദി ലോർഡ് വിൽ നെവർ ബി പുട്ട് ടു ഷെയിം. ഇത് നമ്മുടെ ഒരാളുടെ ടെസ്റ്റിമണി അല്ല, ഇറ്റ് ഈസ് എ ടെസ്റ്റിമണി ഓഫ് മില്യൻസ് ഓഫ് പീപ്പിൾ ഹു ലീവ്ഡ് ഇൻ ദി പാസ്റ്റ്. അപ്പോൾ ഇത് ദൈവം ടെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. വെളിച്ചമില്ല, ഇരുട്ടിൽ നടക്കുവാണ്, പക്ഷേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമ്മുടെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സക്കറിയയുടെയൊക്കെ നമ്പേഴ്സിലെ വായിച്ചത്, നമ്പേഴ്സിൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ, ഈജിപ്തിൽ സ്റ്റാർട്ടിങ് ഫ്രം എന്താ പറയുക, വാടി പാമ്പായത് തുടങ്ങി, അല്ലെങ്കിൽ നൈലിലെ വെള്ളം രക്തമായി, തവളായി, ചെള്ളം ഇങ്ങനെ വന്ന് ഫസ്റ്റ് ബോൺ മരിച്ച്, ദെൻ ചെങ്കടൽ കടന്നു പോന്നു. ചെങ്കടൽ ഇങ്ങനെ
ഡ്രൈ ലാൻഡിൽ കൂടെ അവർ കടന്നു പോകുന്നത് എഴുതിയിട്ടുണ്ട്. ഇക്കരെ വന്ന് വെള്ളം ഇല്ലാതിരുന്നപ്പോൾ അത്ഭുതകരമായിട്ട് വെള്ളം കിട്ടി. നല്ല വെള്ളം കിട്ടുന്ന മുമ്പുള്ള കാര്യം. ഇതെല്ലാം കണ്ടിട്ടും വീണ്ടും അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെയാണ് മോശയുടെ ജീവിതത്തിൽ നമുക്കറിയാവുന്ന കാര്യം, ഇത് വാഗ്ദത്വമുണ്ട്. ഈ വാഗ്ദത്വം ഉണ്ടായിട്ട് നമ്മൾ ഒന്നോടെ അത് ഉറപ്പിക്കാനായിട്ടുള്ള പരിശ്രമം, മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഫ്രം ഔട്ട് ഓഫ് ഫെയ്ത്ത്. ഇപ്പം കാനാൻ നിങ്ങൾക്ക് വാഗ്ദത്തം തരുമെന്നുള്ള വാഗ്ദത്തം എവിടെ നിന്ന് കിട്ടിയേക്കുന്നത്? അത് ഈജിപ്തിൽ നിന്ന് കിട്ടിയ വാഗ്ദത്തം. അല്ലെങ്കിൽ മോശയെ മരുഭൂമിയിലേക്ക് ഈജിപ്തിലേക്ക് അയക്കുമ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തം. അവർ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച് കാനാനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ആ വാഗ്ദത്തത്തിന് വേണ്ടി ആ വാഗ്ദത്തം വിശ്വസിച്ച് വന്ന മോശ ഇക്കരെ വന്ന ആൾക്കാർ പറഞ്ഞു നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് പോയി നോക്കാം, അവിടെയുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത്? നോ നീഡ് ടു നോ. കാരണം നമ്മൾ നമ്മുടെ ശക്തി കൊണ്ടല്ല കീഴടക്കാൻ പോകുന്നത്. അവിടെയുള്ളവർ എങ്ങനെയായിരുന്നാലും നമുക്ക് പ്രശ്നമല്ല. അവിടെയാണ് നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ എഴുതിയേക്കുന്ന ഇങ്ങനെ, അത് നന്നെന്ന് എനിക്കും തോന്നി. ദെൻ സ്റ്റാർട്ടഡ് ദി ഓൾ ഫെയിലിയർ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോൾ പറയുന്നത് എന്താ? ഞങ്ങൾ വ്യാപരിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. കാഴ്ച കൊണ്ട് വ്യാപരിക്കാൻ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. ടുമോറോ വി ഡു നോട്ട് നോ, ബട്ട് വി നോ ഹു ഈസ് ഗൈഡിങ് അസ്. നാളത്തെ ദിവസത്തേക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ആരാന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മളൊരു സ്ഥലത്ത് വായിക്കുന്നില്ലേ, ഒരു കൊച്ചു കുഞ്ഞമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന പോലെ എന്നെ ഞാൻ സ്വസ്ഥനും ശാന്തനുമാക്കി. ഒരു കൊച്ചു കുഞ്ഞിന് ഒരു വറീസും ഇല്ല. നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. സാം 131 മുലകുടി കഴിഞ്ഞ് അമ്മയോടൊത്ത് കഴിയുന്ന ശിശുവിനെ പോലെ എന്നെ ഞാൻ ശാന്തനും സ്വസ്ഥനുമാക്കി. അതെ, മതി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഡിഫറെന്റ് സിറ്റുവേഷൻസ് വരുന്നുണ്ട്, പലത് വരുന്നുണ്ട്. നമുക്ക് മാൻ ഈസ് ബോൺ ഓൺ ടു ട്രബിൾസ്. ഈ വേൾഡ് ഈസ് വിത്ത് ഫുൾ ഓഫ് പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. എവറി ഡേ വി ആർ ഫേസിങ് അൺടുവേർഡ് സിറ്റുവേഷൻസ്. പക്ഷേ കർത്താവ് എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എൻ്റെ കണ്ണുകൾ ഗർവ് കാട്ടുന്നില്ല. മഹാകാര്യങ്ങളിലോ എനിക്ക് അതിവിസ്മയകരമായ കാര്യങ്ങളിലോ ഞാൻ മനസ്സ് ചെലുത്തുന്നില്ല. മുലകൂടി കഴിഞ്ഞ അമ്മയോടൊത്ത് കഴിയുന്ന ശിശുവിനെ പോലെ എന്നെ ഞാൻ ശാന്തനും സ്വസ്ഥനുമാക്കി. മുലകൂടി കഴിഞ്ഞ കുഞ്ഞിനെ പോലെ ഞാൻ ശാന്തനാണ് ഞാൻ. അപ്പം ഇതിൽ നമുക്ക് കൊച്ചു പിള്ളേർ, നമുക്ക് കുഞ്ഞു പിള്ളേരുണ്ട്, തീരെ കുഞ്ഞ്, അതായത് കുഞ്ഞതായിട്ടുള്ള പിള്ളേർ, ദേ ആർ നോട്ട് ബോതേഡ് അബൌട്ട് ദി ഫ്യൂച്ചർ തിങ്സ്. ആണോ? അവരൊന്നിനെ കുറിച്ചും ബോധേഡല്ല. അപ്പം നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ബോധേഡല്ല. അല്ലെങ്കിൽ സ്കൂളിലെ ഇപ്പോൾ ഫീസ് കൊടുക്കേണ്ട പിള്ളേരാണ്, ഫീസിനെ കുറിച്ച് കുഞ്ഞു പിള്ളേർ ഇതിനൊന്നിനെ കുറിച്ചും ബോധേഡല്ല. വൈ ദേ ആർ നോട്ട് ബോധേഡ്? അല്ലെ നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ബോധേഡല്ല. അതിൻ്റെ റീസൺ എന്താ? ദേ ഫെൽറ്റ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ബിക്കോസ് ദേ ബിലീവ് ദേ ആർ ബീങ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദെയർ മം ആൻഡ് ഡാഡ്. അതുകൊണ്ട് കർത്താവ് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിട്ടിട്ട് പോകത്തില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കില്ല. പക്ഷേ ഈ വാഗ്ദത്തം ഉണ്ടെങ്കിലും നമ്മൾ നാളെക്കുറിച്ച് പലപ്പോഴും കൺസേൺഡ് ആയിരിക്കും. ഈ കൺസേൺ ആണ് നമ്മളെ നാശത്തിൽ കൊണ്ടെത്തിക്കുന്നത്. കാരണം വൺ ഹു പുട്ട്സ് ഹിസ് ട്രസ്റ്റ് ഇൻ ദി ലോർഡ് വിൽ നെവർ ബി പുട്ട് ടു ഷെയിം. കർത്താവിൽ ആശ്രയം വെക്കുന്നവരെ കർത്താവ് ലജ്ജിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ വായിക്കുന്നില്ലേ, എൻ്റെ വചനം അതിൻപടി നിറവേറുന്ന കാര്യത്തിൽ ഞാൻ സദാ ജാഗരിച്ചുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് എന്നെ ഐശ്വര്യത്തിലോട്ട് നടത്തും, എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് വിശ്വസിച്ച് അടങ്ങിയിരിക്കുന്ന ഒരാൾ രക്ഷിക്കാതിരിക്കാൻ കർത്താവിന് പറ്റില്ല. കാരണം ഹീസ് ഡ്യൂട്ടി ബൗണ്ട്. നമ്മൾ അവിശ്വസനായാലും കർത്താവ് വിശ്വസനായേ പറ്റൂ. പക്ഷെ മെനി ടൈംസ് നമ്മൾ കർത്താവിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കത്തില്ല. കർത്താവിൻ്റെ കരങ്ങൾക്ക് നമ്മൾ എന്താ പറയുന്നത്, ബന്ധനം ഏർപ്പെടുത്തുക ചെയ്യുന്നത്. ഇഫ് യു ഗോയിങ് ടു സാം 78:40 വായിക്കുമ്പോൾ 78:40 ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. How often they provoked him in the wilderness and grieved him in the desert. Yes, again and again they tempted him. They tempted God and limited the Holy One of Israel. They tempted God and limited the Holy One of Israel. അല്ലെങ്കിൽ ഈ ഇസ്രായേലിന്റെ ദൈവത്തെ നമുക്ക് ചെറുതാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദൈവം ചെറുതാകത്തില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെറുതാകും. ഇഫ് യു ഗോയിങ് ടു മാർക്കോസിന് നമുക്കറിയാം സ്ഥലം, മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 5 തുടങ്ങി അവൻ അവിടെ ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്താനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ വിശ്വാസം ഇല്ലായ്മയിൽ അവൻ വിസ്മയിച്ചു. അവൻ ഗ്രാമപ്രദേശങ്ങൾ ചുറ്റിച്ചു. അവരുടെ വിശ്വാസം ഇല്ലായ്മയിൽ അവൻ, കാരണം ദേ ഹാവ് ലിമിറ്റഡ് ദി ഹോളി വൺ ഓഫ് ഇസ്രായേൽ. അപ്പം നമ്മുടെ ജീവിതത്തിൽ
കമ്മിങ് ബാക്ക് ടു നമ്പേഴ്സ് 14 അവിടെ എഴുതിയേക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. 14:20 തുടങ്ങി വായിക്കുമ്പോൾ കർത്താവ് അരുൾ ചെയ്തു, നിന്റെ പ്രാർത്ഥന അനുസരിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാണ് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ തേജസ്സാണ്. എൻ്റെ തേജസ്സും ഈജിപ്തിലും മരുഭൂമിയിലും ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടതിന് ശേഷം ഈ 10 പ്രാവശ്യം എന്നെ പരീക്ഷിച്ചിട്ടും എൻ്റെ സ്വരം ചെവിക്കൊള്ളാത്തവരിൽ ആരും ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ദേശം കാണുകയില്ല. എന്നെ നിന്ദിച്ചവർ ആരും അവ കാണുകയില്ല. വ്യത്യസ്തമായ ചൈതന്യമുള്ളവനും എന്നെ പൂർണ്ണമായി അനുസരിച്ചവനുമാണ് കാലേബ്. അതുകൊണ്ട് എൻ്റെ ദാസനായ കാലേബിനെ അയാൾ പോയിരുന്ന ദേശത്ത് ഞാൻ കൊണ്ടെത്തിക്കും. അയാളുടെ തലമുറകൾ അത് സ്വന്തമാക്കുകയും ചെയ്യും. അമാലേക്കനും കനാന്യനും താഴ്വരയിൽ താമസിക്കുന്നതുകൊണ്ട് നാളെ നിങ്ങൾ ചെങ്കടലിലേക്കുള്ള വഴിയെ തിരിഞ്ഞ് മരുഭൂമിയിലേക്ക് പോവുക. നോക്ക്, ദൈവം ഒരിക്കലും ഒരു ക്വിക്ക് ടെമ്പേർഡോ അല്ല, ദൈവം ഇങ്ങനെ ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ദൈവമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 10 തവണ ദൈവത്തോട് റബല്യം ചെയ്തു. അപ്പോൾ ഒരു തവണ റബല്യസായി ദൈവം ക്ഷമിച്ചു. ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരുന്നുകൊണ്ട് നമുക്കും പറ്റാവുന്ന ഒരു കാര്യമാണ്. വി യൂസ് ടു തിങ്ക് ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് അതിലില്ലാന്ന്. ബട്ട് ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് അതിലുണ്ട്. അപ്പോൾ ഇവർ 9 തവണ ക്ഷമ കിട്ടിയപ്പോൾ എന്തായിരിക്കും വിചാരിച്ചത്? ആക്ച്വലി 10ാമത് ക്ഷമിക്കും. പക്ഷെ എന്നാണ് ഈ ലാസ്റ്റ് സ്ട്രോ ഓൺ ക്യാമൽസ് കോട്ട് അല്ല ക്യാമൽസ് ബാക്ക് എന്ന് പറയുന്ന പോലെ ഏതാണ് അവസാനത്തെ കേസ് ദൈവത്തിന് അറിയാവുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമയെ നമുക്ക് ഒരിക്കലും പരീക്ഷിക്കുന്ന ബുദ്ധിയല്ല. ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. ദൈവം എപ്പോഴാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പ്രോവബ്സിൽ വായിച്ചിട്ടില്ലേ, കർത്താവിനോടും രാജാവിനോടും അനുസരണക്കേട് കാണിക്കരുത്, ആകസ്മികമായ വായിച്ചിട്ടില്ലേ, എപ്പോഴാണെന്നറിയാൻ പറ്റത്തില്ല. അപ്പം ഇവര് വേറൊരു സ്ഥലത്തെ ഇതുപോലെ തന്നെ 10 തവണയും ദൈവം ക്ഷമിച്ചു. ദൈവം പറഞ്ഞു ഈ ക്ഷമിക്കില്ല. അപ്പോൾ അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? വീണ്ടും ദൈവം ക്ഷമിച്ചു. പക്ഷെ അതുകൊണ്ട് നമുക്കിത് ദൈവത്തിൻ്റെ ക്ഷമ എന്താ പറയുന്നത്, ഇൻഡെഫിനിറ്റ് ആണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ 10 തവണ ഇവർ റബല്യം ചെയ്തു. അപ്പോൾ ആ 33 നമ്മൾ നോക്കേണ്ടത്. നിങ്ങളുടെ മക്കൾ 40 വത്സരം മരുഭൂമിയിൽ ഇടയന്മാരായിരിക്കും. ഈ ബൈബിളിൽ നോക്കി ഇവർ 40 ദിവസത്തേക്ക് സ്പൈ വർക്കിന് പോയത് ഒരു വർഷമായിട്ട് കൺവേർട്ട് ചെയ്തു. ചില സ്ഥലത്ത് വർഷത്തെ ദിവസമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എസേക്കിയലിലൊക്കെ. ഇത് ദൈവത്തിൻ്റെ സർവ്വസ്വാതന്ത്ര്യത്തിൽ നമുക്ക് കൈ കടത്താൻ പറ്റത്തില്ല. നിങ്ങളിൽ അവസാനത്തെ വ്യക്തിയുടെ ശവം ഈ മരുഭൂമിയിൽ വീഴുന്നതുവരെ അവർ നിങ്ങളുടെ അവിശ്വാസത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. ആ ദേശത്ത് രഹസ്യ പരിശോധന നടത്തിയ 40 ദിവസത്തിനൊത്തോളം ഒരു ദിവസത്തിന് 1 വത്സരം എന്ന കണക്കിൽ 40 വത്സരം നിങ്ങൾ നിങ്ങളുടെ അപരാധം വഹിക്കും. അങ്ങനെ എൻ്റെ അപ്രീതി നിങ്ങൾ അറിയും. തീർച്ചയായും എനിക്കെതിരായി ഒന്നിച്ചു ചേർന്ന ഈ ദുഷ്ടസമൂഹങ്ങളോടെല്ലാം ഞാൻ ഇത് ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ പൂർണ്ണമായി ഒടുങ്ങും. ഇവിടെ അവർ മരിക്കും എന്ന് കർത്താവായി ഞാൻ അരുൾ ചെയ്യുന്നു. ദേശപരിശോധനയ്ക്ക് മോശ അയച്ചവരും മടങ്ങി വന്നപ്പോൾ ആ ദേശത്തെപ്പറ്റി മോശമായ വിവരം നൽകി മോശയ്ക്കെതിരെ സമൂഹത്തിലുടനീളം പിറുപിറുപ്പ് ഉളവാക്കിയവരുമായ പുരുഷന്മാർ മഹാബാധ മൂലം മരിച്ചു. രഹസ്യമായ ദേശപരിശോധനയ്ക്ക് പോയവരിൽ നൂനിൻ്റെ പുത്രൻ യോശുവ, യെഫുന്നയുടെ പുത്രൻ കാലേബ് മാത്രം ജീവനോടെ ഇരുന്നു. ഇതിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ സിമിലർ അൺഫെയ്ത്ത് അല്ലെങ്കിലും ഫോർ എനി അൺഫെയ്ത്ത്, എല്ലാ അവിശ്വാസവും ഇറ്റ് വിൽ ബി പണിഷ്ഡ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത് വിശ്വസിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പോകുന്ന ഒരു കാര്യമല്ല. ഇഫ് യു ഗോയിങ് ടു ഹീബ്രൂസ് 3 എടുക്കുമ്പോൾ സ്ത്രീയുടെ 12 തുടങ്ങി വായിക്കുമ്പോൾ പോകുന്നു. സഹോദരരെ, ജീവനുള്ള ദൈവത്തിൽ നിന്ന് വിട്ടുമാറാൻ ഇടവരുത്തുന്ന ദുഷ്ടവും വിശ്വാസമില്ലാത്തതുമായ ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതെ സൂക്ഷിക്കുക. അത് പറഞ്ഞേക്കുന്നേ, ജീവനുള്ള ദൈവത്തിൽ നിന്ന് വിട്ടുമാറാൻ ഇടവരുത്തുന്ന. അപ്പോൾ നമുക്ക് ജീവനുള്ള ദൈവത്തിലാണ് നമ്മൾ ഇത് വിട്ടുമാറില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വിട്ടുമാറാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് വിട്ടുമാറാൻ ഇടവരുത്തുന്ന ദുഷ്ടവും വിശ്വാസമില്ലാത്തതുമായ ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതെ സൂക്ഷിക്കുക. നിങ്ങൾ ആരും പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കാൻ ഇന്ന് എന്ന് പറയാവുന്ന ദിനങ്ങൾ ഉള്ളിടത്തോളം നിത്യേന അന്യോന്യം പ്രബോധിപ്പിക്കുക. ആദ്യം ഉണ്ടായിരുന്ന വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കുന്നെങ്കിലേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ കലാപകാലത്ത് ചെയ്തതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കരുത്. ആരാണ് ശ്രവിച്ചിട്ടും കലാപകാരികളായത്? അത് ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു പോകുന്നവരെല്ലാം അല്ലേ? 40 വത്സരം ആരോടാണ് അവൻ പ്രകോപിതനായത്? പാപം ചെയ്തവരോടല്ലേ? അവർ മരുഭൂമിയിൽ മരിച്ചു വീണു.
തൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ആരോടാണ് അവൻ ശപഥം ചെയ്തത്? അനുസരിക്കാതിരുന്നവരോടല്ലേ? വിശ്വാസം ഇല്ലായ്മ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിച്ച് കർത്താവിൽ അങ്ങ് ശരണം വെച്ചാൽ ഗോഡ് വിൽ ബി ഹാപ്പി. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവരിൽ കർത്താവ് പ്രസാദിക്കും. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ 40 വത്സരത്തേക്ക് നിങ്ങളുടെ അവിശ്വാസത്തിൻ്റെ ശിക്ഷ. നമുക്ക് 6 ലക്ഷം പേര് ഈജിപ്തിൽ നിന്ന് പോകുന്നു. ഇവരെല്ലാം മരിച്ചുപോയി. 2 പേരൊഴികെ ആരും കാനാനിൽ കയറിയില്ല. അപ്പം ഈ കാനാൻ എന്ന് പറയുന്നത് ദൈവിക വാഗ്ദത്തങ്ങളുടെ നിഴലാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിഴലാണ്. അപ്പോൾ അത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും മാത്രമേ നമുക്ക് പ്രാപിക്കാൻ പറ്റൂ. ഒത്തിരി സാഹചര്യങ്ങൾ വരും അതിൽ അവിശ്വസിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവിശ്വാസത്തിന് എന്തുണ്ട്? ശിക്ഷയുണ്ട്. ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ്. കമ്മിങ് ബാക്ക് ടു ലൂക്ക് 1 വരുമ്പോൾ ഇവിടെ പറയുകയാണ് യഥാകാലം നിറവേറാനിരുന്ന, അല്ലെങ്കിൽ നീ വിശ്വസിക്കേണ്ടിയിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് ഇതെങ്ങനെ സംഭവിക്കുന്ന ചോദിക്കുന്നത്. നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ട്രൂത്ത് അല്ലേ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. സാറ അത് പറയുന്നുണ്ട്, ഇവിടെ തന്നെ മറിയ അത് പറയുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇത്ര ഒരു സിമ്പിൾ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ടേ കാര്യമില്ല. സാറായെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, സാറ പ്രായാധിക്യത്തിലും ഗർഭധാരണ ശേഷി നേടി, കാരണം വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തൻ എന്ന് വിശ്വസിച്ചു. നമ്മൾ പാടാറുള്ള വാഗ്ദത്തം നൽകിയവന് വാക്കുമാവില്ല. പക്ഷെ നമ്മൾ പാട്ട് പാടുന്നതാണ്, പക്ഷെ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ മെനി ടൈംസ് നമ്മൾ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും. നമുക്ക് ദൈവം നല്ലൊരു ഭാവിയാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, നല്ല ഭാവിയാണ് നമുക്കുള്ളത്. നമ്മൾ കർത്താവിൽ ആശ്രയം വെച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് നന്മയല്ലാതെ തിന്മ വരത്തില്ല. നോ, ഇമ്പോസിബിൾ. കാരണം ദൈവം നന്മയുടെ നിറകുടമാണ്. നമുക്ക് നന്മ തരാൻ വേണ്ടിയിട്ടുള്ള ദൈവം. നമുക്ക് വി ആർ കോൾ ടു ഇൻഹെറിറ്റ് ബ്ലെസ്സിങ്, അനുഗ്രഹം ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ. പക്ഷെ മെനി ടൈംസ് നമ്മൾ ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ജീവിക്കില്ല. പലപ്പോഴും അവിശ്വാസം നമ്മൾ കയറി ബാധിക്കും. ഇവിടെ സക്രിയ പറഞ്ഞു ഇതെങ്ങനെ. അപ്പോൾ ഇവിടെ മാലാഹ പറയുന്ന കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ഞാൻ, ഈ വർത്തമാനം നിന്നെ അറിയിക്കാൻ ദൈവമാണ് അയച്ചത്. ഈ നിറവേറാനിരിക്കുന്ന ഈ കാര്യം വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഇത് സംഭവിക്കുന്ന ദിവസം വരെ നീ ഊമനായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്, അല്ലെ, സോ മെനി വാഗ്ദത്തങ്ങളുണ്ട്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ്സ് എ പണിഷ്മെൻറ്റ്. അല്ലാതെ ഇത് അൺനോട്ടീസ്ഡ് ആയിട്ട് പോകത്തില്ല. കർത്താവിൽ നമുക്ക് ഇപ്പോൾ 1 ജോണിൽ നമ്മൾ പറയുന്നുണ്ട്, അവൻ്റെ വാഗ്ദത്തം വിശ്വസിക്കാതിരിക്കുന്നവൻ അവനെ നുണയനാക്കുക. ദൈവം വാഗ്ദത്തം, നമ്മൾ മനുഷ്യനെക്കുറിച്ച് പറയില്ല ഇദ്ദേഹം ഈ വാചകം അടിക്കുന്നുള്ളൂ, ഒന്നും ചെയ്യില്ല. നോ, ദൈവം പറഞ്ഞാൽ അത് അരുളി ചെയ്താൽ അതിനോട് വിശ്വസ്തനാണ്. അപ്പോൾ ഇവിടെ കമ്മിങ് ബാക്ക് ടു സക്രിയ, നമുക്കറിയാം സക്രിയ 1 വർഷത്തേക്ക് ഊമനായിരുന്നു, കുഞ്ഞുണ്ടായി. അതിൽ ഈ യോഹന്നാനെ കുറിച്ചുള്ള ഒരു പ്രൊഫസി 17-18 സെൻറ്റൻസ് 1:17-18 വായിക്കുമ്പോൾ, അനേകം ഇസ്രായേൽ പുത്രന്മാരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അയാൾ തിരികെ കൊണ്ടുവരും. ഇപ്പോൾ ഇസ്രായേൽ നമുക്കറിയാം ദി ടൈം ഓഫ് ദി ലോർഡ്, അല്ലെങ്കിൽ യോഹന്നാൻ്റെ സമയത്ത് ടോട്ടലി ഒരു അൺഗോഡ്ലി, ഒരു കവോറ്റിക് സൊസൈറ്റിയാണ്. അല്ലെങ്കിൽ ദൈവപ്രമാണങ്ങളെല്ലാം അവനവൻ്റെ ഇഷ്ടം പോലെ വളച്ചൊടിച്ച് പരീശന്മാർ അവർക്ക് തോന്നുന്ന എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് അതിൽ കർത്താവുമായിട്ട് അവർ കൺഫ്രണ്ടേഷൻ ആയിരുന്നു ഓൾവേസ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം, വിത്ത് ദി സ്പിരിറ്റ് ഓഫ് എലൈജ, ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അയാൾ അവൻ്റെ മുമ്പേ പോകും. അപ്പോൾ ഏലിയായുടെ ചൈതന്യം, ശക്തി, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന് മുമ്പായിട്ട് ഏലിയ വരുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഇല്ലേ, മലാഖി ലാസ്റ്റ്. അവിടെ 2 പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ലാസ്റ്റ് ഡേയ്സിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? എന്താ പറഞ്ഞേക്കുന്നത്? പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്ക് തിരിക്കും. ഫെങ്ങോൻ ടു മലാഖിയുടെ ലാസ്റ്റ് എടുക്കുമ്പോഴും ബ്രോക്കൺ ഫാമിലീസ് ആണ്. ഏലിയയുടെ ശുശ്രൂഷ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് പാർട്ട് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റിൽ അതിൻ്റെ 5-6 വായിക്കുമ്പോൾ പോകുന്ന വായിക്കും. മഹത്വമേറിയതും ഭയജനകവുമായ കർത്താവിന്റെ ദിനം വരും മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് തകർക്കാതിരിക്കാൻ അയാൾ പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങൾ പിതാക്കന്മാരിലേക്കും തിരിക്കും. അപ്പം അവിടെ ലൂക്കോസിൽ എഴുതിയേക്കുന്നിടത്ത് അതിൻ്റെ ഒരു പാട്ട് എഴുതിയിട്ടുള്ളൂ. അതായത് പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്ക് തിരിക്കും.
മക്കളുടെ ഹൃദയങ്ങൾ പിതാക്കന്മാരിലേക്കും തിരിക്കും. സോ അവിടെ എഴുതിയിട്ടുണ്ട്, കർത്താവിനെ റിസീവ് ചെയ്യാൻ, കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരു തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ ഈ ലാസ്റ്റ് ഡേയ്സിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ബ്രോക്കൺ ഫാമിലീസ്, അല്ലെങ്കിൽ പിതാക്കന്മാർക്ക് മക്കളോട് സ്നേഹമില്ല, മക്കൾക്ക് പിതാക്കന്മാരോട് സ്നേഹമില്ല. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് തകർക്കാതിരിക്കാൻ. സോ വെൻ യു ആർ നോട്ട് ഡൂയിങ് യുവർ റെസ്പോൺസിബിലിറ്റി, അപ്പൻ്റെ അമ്മയുടെയും ജോലി എന്താ? മക്കളെ സ്നേഹിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. മക്കളുടെ ജോലി എന്താ? പിതാക്കന്മാരെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. വെൻ ദർ ഈസ് എ വയലേഷൻ ദർ ഈസ് എ കഴ്സ്. അതവിടെ എഴുതിയേക്കുന്നത്, ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് തകർക്കാതിരിക്കാൻ അയാൾ പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്ക്, മക്കളുടെ ഹൃദയങ്ങൾ പിതാക്കന്മാരിലേക്ക് തിരിക്കും. നമുക്കതേപ്പം ഹിസ്കിയോട് പറഞ്ഞു, മക്കളെല്ലാം ബാബിലോണിലോട്ട് നാട് കടത്തപ്പെടും. അപ്പോൾ ഹിസ്കിയ എന്ത് ചിന്തിച്ചു? ഓക്കെ, എൻ്റെ കാലത്ത് ഒരു കുഴപ്പമില്ല. സി, ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ് ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട് അന്നത്തെ. എന്നാലും മക്കൾക്ക് വേണ്ടി സാക്രിഫിഷ്യലായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരില്ലേ? ഇഷ്ടംപോലെയുണ്ട് മക്കൾക്ക് വേണ്ടി. സോ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. കാരണം ഇപ്പോൾ ഒരു കുടുംബത്തിലാണെങ്കിൽ അപ്പൻ എന്ന് പറയുന്നത് ആരുടെ റെപ്രസെൻറ്റേറ്റീവാണ്? ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 1 ജോണിൽ വായിക്കുന്നുണ്ട്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു, അതിൽ നിന്ന് നാം സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പിള്ളേർ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത് ആക്ച്വലി പിതാക്കന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേയ്സിൻ്റെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന് മുമ്പുള്ള കണ്ടീഷന് പറഞ്ഞേക്കുന്നത്, മഹത്വമേറിയതും ഭയജനകമായ കർത്താവിൻ്റെ ദിനം വരും മുമ്പ്. അപ്പോൾ നമ്മളെല്ലാം കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവരാണ്. സോ ദർ ഈസ് എ പേരൻ്റൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ചിൽഡ്രൻസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു ലോകത്തിലേക്ക് ഏലിയ വരുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏലിയ എപ്പോഴെങ്കിലും വരട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രിപ്പയർഡായിട്ട് കർത്താവിനെ വെൽക്കം ചെയ്യാൻ, നമ്മളെല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമല്ലേ. 1 ജോണിൽ പറയുന്നില്ല, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. അപ്പോൾ ദോസ് ആർ ലിവിങ് വിത്ത് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഹിസ് റിട്ടേൺ. നമ്മളെല്ലാം ആ എക്സ്പെക്റ്റേഷനിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ കർത്താവിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ഒരു ലൈഫിൽ എത്തിപ്പെടാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ബ്രോക്കൺ ഫാമിലീസിൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ബ്രോക്കൺ അല്ലാത്ത പല ഫാമിലീസും ബ്രോക്കൺ തന്നെയാണ്, ഔട്ട്വേർഡ്ലി ബ്രോക്കൺ അല്ലെന്നുള്ളൂ. ഈ ഒരു ബ്രോക്കൺ അല്ലാത്ത ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ, അപ്പൻ അപ്പൻ്റെ ജോലി ചെയ്യുമ്പോൾ, അമ്മ അമ്മയുടെ ജോലി ചെയ്യുമ്പോൾ, മക്കൾ മക്കളുടെ ജോലി ചെയ്ത് ദൈവം ഏൽപ്പിച്ചേക്കുന്ന ജോലി ചെയ്യുമ്പോൾ മാത്രമേ ആ ഫാമിലി ബ്രോക്കൺ അല്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതർവൈസ് അല്ലാതെ ഒന്നിച്ച് താമസിച്ചതുകൊണ്ട് ബ്രോക്കൺ ഫാമിലി അല്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അത് ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ. പക്ഷെ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഞാൻ ദേശത്ത് ശാപം കൊണ്ട് തകർക്കാതിരിക്കാൻ. അപ്പം നമ്മൾ നോക്ക് ഇല്ല, ഇപ്പോൾ കല്യാണത്തെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ പത്രോസ് ദൈവത്തോട് ചോദിച്ചെന്താ? കർത്താവിനോട് പറഞ്ഞെന്താ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കല്യാണം കഴിക്കാതിരിക്കാനുള്ളൂ നല്ലത്. സോ പോൾ ഒരു സ്ഥലത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഭൗതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കല്യാണമൊക്കെ കഴിക്കാതെ എന്നെപ്പോലെ ജീവിക്കുകയാണെങ്കിൽ സംഗതി ഇത്. ഇപ്പം നമ്മളാരും എന്താ പറയുക, കല്യാണം കഴിച്ചവർ ആ ഉപദേശം കേട്ടവരല്ല. അപ്പം കല്യാണം കഴിച്ചവരെ സംബന്ധിച്ച് അപ്പന് അല്ലെ അമ്മയ്ക്ക്, പേരൻസിന് ഫസ്റ്റ് ദി ലവ് ടുവേർഡ്സ് ദി ചിൽഡ്രൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി പേരൻസ്. കാരണം ഇപ്പോൾ നോക്ക്, ഒരു സൂവിലുണ്ടാകുന്ന ഒരു സിംഹക്കുഞ്ഞിന് അതിന് വനത്തിൽ കൊണ്ടുവിട്ടാൽ എത്ര ദിവസം ജീവിക്കും? ഒരു മുയലിനെ പോലും പിടിക്കാൻ പറ്റില്ല അതിന്. സോ ഈ ക്യാരക്ടേഴ്സ് ഷുഡ് കം ഫ്രം ദി പേരൻസ്. കർത്താവിനെ കുറിച്ച് നമ്മൾ വായിച്ചു, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു, അതിൽ നിന്നാണ് സ്നേഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു അപ്പനും അമ്മയും ഒരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്. അവർ ദൈവത്തിൻ്റെ സ്നേഹം മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടാൽ they will be punished by God. കാരണം ദൈവത്തിന് മുഖപക്ഷയില്ല. നമ്മൾ ഈ സഭയെക്കുറിച്ച് വായിക്കുന്നിടത്ത് ഓരോ അവയവവും അതതിൻ്റെ ജോലി ചെയ്യുമ്പോൾ അത് സ്നേഹത്തിൽ പടുത്തുയർത്തപ്പെടും. ഒരു കുടുംബം എടുത്താൽ അതിൽ അപ്പൻ്റെ ഉത്തരവാദിത്വമുണ്ട്, അമ്മയുടെ ഉത്തരവാദിത്വമുണ്ട്, ദെൻ ഇൻ ടേൺ പിള്ളേരുടെ. ഇപ്പോൾ പിള്ളേരെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? അതായത് പിള്ളേരുടെ ഉത്തരവാദിത്വം എന്താ കിച്ചു? അങ്ങനെയാണോ? അതെല്ലാം ചോദിച്ചത്. വാട്ട് അബൌട്ട് യുവർ ലൈഫ്? ഒബേ യുവർ പേരൻസ് ഇൻ എവറിത്തിങ് ആണോ, അതെയോ ഇൻ സർട്ടൺ തിങ്സ്? സോ ഗോയിങ് ടു കൊളോഷ്യൻസ്. ഞാൻ പണ്ടത് വായിക്കുമ്പോഴേ എങ്ങനെ വിചാരിക്കുമായിരുന്നു, ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ് ഇൻ എവറിത്തിങ്. അപ്പോൾ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഈ കുഞ്ഞിപ്പിള്ളേർ 2 വയസ്സായ കൊച്ച് 3 വയസ്സായ കൊച്ചിനുള്ളൊരു ഉപദേശമാണ്, നോ, if you are not married, whether you are 20 years or 21 years or 23 years, the commandment is
binding upon you. If you are not obedient to your parents, it is not pleasing to the Lord. Colossians 3 അപ്പം ജോൺ ദി ബാപ്റ്റിസ്റ്റിൻ്റെ മിനിസ്ട്രി നമ്മൾ ചിന്തിച്ച്, അതായത് യോഹന്നാൻ ഉണ്ടാകുന്നതിന് മുമ്പ് സക്രിയോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ശിശു പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങൾ, അവിടെ മക്കളുടെ ഹൃദയങ്ങൾ എഴുതിയിട്ടില്ല, ബട്ട് ഇറ്റ്സ് എ കൊട്ടേഷൻ ഫ്രം മലാക്കിയിൽ എഴുതിയിട്ടുണ്ട് മക്കളുടെ ഹൃദയങ്ങൾ പിതാക്കന്മാരിലേക്കും. അപ്പോൾ ഇത് കൊളോഷ്യൻസ് 3 എടുക്കുമ്പോൾ വായിച്ചപ്പോൾ, കുട്ടികളെ, നിങ്ങളുടെ മാതാപിതാക്കളെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുക, ഇത് കർത്താവിന് പ്രീതികരമാണ്. ഇതിനകത്ത് പൊതുവെ ഒരു കോമൺ എറർ, ഞാനും അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അബദ്ധമല്ല മീൻസ്, അപ്പം ഇതിനകത്ത് ഇത് കർത്താവിന് പ്രീതികരമാണെന്ന് എഴുതിയേക്കുന്നത് ഈ ശിശുക്കളോടുള്ള ശിശുക്കളുടെ അനുസരണമായിട്ടുള്ള ബന്ധത്തില്ല. പക്ഷെ നമ്മളപ്പോൾ എന്ത് ചെയ്യും, ഇത് പിള്ളേർക്കുള്ള കൽപ്പനയാണ്. നോ, ദിസ് വേർഡ് ദിസ് ഈസ് പ്ലീസിങ് ടു ദി ലോഡ് എന്ന് പറഞ്ഞേക്കുന്നത്, ഇപ്പം നമ്മൾ ഈ പണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അറിയില്ല, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പരീക്ഷയ്ക്കൊരു ഇതുണ്ട്, ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു കോളം, റൈറ്റ് സൈഡിൽ ഒരു കോളം. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഒരു സ്ഥലത്ത് ആന, ഇങ്ങനെ വയസ്സ് ഏറ്റവും വലിയ ആനിമൽ എന്നൊക്കെ. ഇതിങ്ങനെ നമ്മൾ വരച്ച് വെക്കണം. ചെയ്തിട്ടില്ല ചെറുപ്പത്തിൽ? ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. അപ്പോൾ എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 18 തുടങ്ങിയുള്ളതാണ്. ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് യോഗ്യമാകും വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കുക, അവരോട് കർക്കശമായി പെരുമാറരുത്, കുട്ടികളെ നിങ്ങളുടെ മാതാപിതാക്കളെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുക. അപ്പോൾ ഇത് എഴുതിയേക്കുന്ന കുട്ടികളെന്ന് കഴിഞ്ഞാണ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഹ്യൂമൻ റിലേഷൻസാണ്. എന്നിട്ടാണ് പറഞ്ഞേക്കുന്നത് ഇത് കർത്താവിന് പ്രീതികരമാണെന്ന്. അപ്പോൾ ഇതിനകത്ത് ഇഫ് ഹസ്ബൻഡ് ഈസ് വയലേറ്റിംഗ്, ഇത് കർത്താവിന് പ്രീതികരമല്ല. ഇഫ് വൈഫ് ഈസ് വയലേറ്റിംഗ്, ഇത് കർത്താവിന് പ്രീതികരമല്ല. മക്കൾ വയലേറ്റ് ചെയ്യുമ്പോൾ കർത്താവിന് പ്രീതികരമല്ല. അല്ലാതെ ഇത് മക്കൾക്ക് മാത്രമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിക്കരുത്. നോ, ഇഫ് ആസ് എ ഫാദർ ഇഫ് യു ആർ ഫെയിലിംഗ് ടു ഡു യുവർ റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് നോട്ട് പ്ലീസിങ് ടു ദി ലോർഡ്. മദർ അല്ലെ വൈഫ്, ഇഫ് യു ആർ ഫെയിലിംഗ് ടു ഡു യുവർ റെസ്പോൺസിബിലിറ്റി ആസ് എ വൈഫ്, ഇറ്റ്സ് നോട്ട് പ്ലീസിങ് ടു ദി ലോർഡ്. കർത്താവിനെ അങ്ങനെ പ്ലീസ് ചെയ്യാനൊന്നും പറ്റില്ല മനുഷ്യന്. ഇറ്റ്സ് നോട്ട് ഈസിയാണ് അല്ലേ? യോഹന്നാൻ പറഞ്ഞു അവൻ്റെ കൽപ്പനകൾ, കർത്താവ് പറഞ്ഞു എൻ്റെ കൽപ്പനകൾ ലഘുവാണ്. പക്ഷെ കായൻ എന്ത് പറഞ്ഞു? ഇത് ഭയങ്കര ശിക്ഷയായിരിക്കും, ഇത് ഭയങ്കര ബുദ്ധിമുട്ട് അനുസരിക്കുകയാണ്. സോ ആർ യു എ കായൻ ഓർ അപ്പോസ്റ്റൽ ജോൺ? അത് നമ്മൾ ചിന്തിക്കണ്ടേ. കർത്താവിൻ്റെ കൽപ്പന നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ കായൻ്റെ ഡിസെൻഡൻസാണ്. ദെൻ അപ്പോസ്തലന്മാരുടെ ഡിസെൻഡൻസ് ആണെങ്കിൽ കർത്താവെ എത്രയോ ലഘുവും എത്രയോ ലൈറ്റുമാണ് നിൻ്റെ കൽപ്പനകൾ. കർത്താവിൻ്റെ കൽപ്പനകൾ, കർത്താവ് പറഞ്ഞ എൻ്റെ കൽപ്പനകൾ എൻ്റെ മുഖം എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ഈ കൽപ്പന. ആസ് എ ഫാദർ ഇഫ് യു ആർ ഫൈൻഡിങ് എ ഡിഫിക്കൽട്ട് ടു ഒബേ ദി കമാൻഡ്മെൻറ്റ്, ഈ കായൻ്റെ ലൈനാണ്. അല്ലെങ്കിൽ എനി ഹ്യൂമൻ റിലേഷൻ, ഭാര്യ ഭർത്താവ് മക്കൾ, ഇതെല്ലാം ഹ്യൂമൻ റിലേഷൻ. കുറേയുടെ പറഞ്ഞിട്ടുണ്ട് യജമാനൻ ദാസന്മാർ. ഇതിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇഫ് യു ആർ ഫൈൻഡിങ് ടു ബി ഒബീഡിയൻറ്റ്, കായൻ്റെ ലൈനാണ്. കായൻ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ട് അനുസരിക്കും, ഭയങ്കര കടുപ്പം. കായൻ്റെ ലൈനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ദി പോളിഗാമി സ്റ്റാർട്ടഡ് ഫ്രം കായൻ. ദെൻ കായൻ ഒരു പട്ടണം പണിതപ്പോൾ അതിന് എന്ത് പേരിട്ടു? മോൻ്റെ പേരിട്ട്. മീൻസ് നോട്ട് റെഡി ടു ഡൈ. ഇങ്ങനെ ഓർമ്മ ലോകത്തിൽ ഇങ്ങനെ നമ്മുടെ മെമ്മോറിയിൽ നമുക്ക് അബ്സലോം ഒരു ടവർ പണിതു, അതിൻ്റെ പേരിട്ടു. ദെൻ വേറെ സ്വന്തം പേരിട്ടിട്ട് പോയ ആളാരെ പറയാം, ശൗല് പേരിട്ടിട്ട് പോയി. അപ്പം പല ആൾക്കാർക്കും ദേ ആർ നോട്ട് റെഡി ടു ഡൈ. അവരിങ്ങനെ പോളെന്താ പറഞ്ഞത്, എനിക്ക് ലോകം വിട്ട് കർത്താവിനോടുകൂടെ ചേർന്ന ഏറ്റവും നല്ലത്. ഈ ലോകത്തിൽ കൂടുതൽ സ്വപ്നങ്ങളുള്ള ആൾക്കാരെല്ലാം കായൻ്റെ ലൈനില്ല. സോ ഇഫ് യു ആർ റെഡി ടു സേ ഗുഡ് ബൈ ടു ദി വേൾഡ് ആൻഡ് ടു ബി വിത്ത് ദി ലോഡ്, നമ്മൾ ആബേലിൻ്റെ അല്ലെങ്കിൽ ഗോഡ്ലി ലൈനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇത് കർത്താവിന് പ്രീതികരമാണ്. ഈ പറഞ്ഞേക്കുന്നത് ഓൾ ഹ്യൂമൻ റിലേഷന് ഇത് ആപ്ലിക്കബിൾ ആണ്. ഇത് പിള്ളേരുടെ കാര്യത്തിൽ മാത്രമല്ല എന്നുള്ളത്. കാരണം ഇത് പിള്ളേരുടെ കാര്യത്തിൽ അങ്ങ് വിട്ടാൽ അപ്പൻ ഫ്രീ അമ്മ ഫ്രീ അല്ലേ? പിള്ളേരനുസരിച്ചില്ലേ കർത്താവിന് ഇഷ്ടമാകത്തില്ല. അപ്പോൾ ഭാര്യ അനുസരിച്ചില്ലേ കർത്താവിന് സന്തോഷമാണ്, ഭർത്താവ് അനുസരിച്ചില്ലേ കർത്താവിന് സന്തോഷമാണ്. നമുക്ക് ഈ ബൈബിള് ഡൗൺ ടു ദി എർത്ത് ഇസ് ആപ്ലിക്കബിളാണ്. ഒരു അപ്പനെ പോലെ ജീവിച്ചില്ലെങ്കിൽ കർത്താവിന് ആ കുടുംബത്തിൽ പ്രസാദം ഉണ്ടാകത്തില്ല. അമ്മയുടെ ഉത്തരവാദിത്വം ചെയ്തില്ലെങ്കിൽ കർത്താവിന് പ്രസാദം ഉണ്ടാകത്തില്ല. ഓക്കെ, ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്ട് ഓഫ് പേഴ്സൺസ്. അറ്റ് ദി സെയിം ടൈം അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ആമോദിക്കുന്നവരിൽ
കർത്താവ് പ്രസാദിക്കും. കർത്താവിന് പ്രസാദകരമായിട്ടൊരു ജീവിതം നയിക്കുന്നതിനേക്കാൾ ഭാഗ്യ പദവി ഈ ഭൂമിയിൽ ആർക്കും ഉണ്ടാകാനില്ല. അപ്പം ജോൺ ദി ബാപ്റ്റിസ്റ്റിൻ്റെ മിനിസ്ട്രിയാണ് ദി ലാസ്റ്റ് ഡേയ്സിൻ്റെ മിനിസ്ട്രി. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം കർത്താവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കാനും നമ്മളെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അപ്പനും അമ്മയാണെങ്കിൽ മക്കളെ കർത്താവിൻ്റെ ദിവസത്തിന് വേണ്ടി ഒരുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. തന്നെത്താൻ ഒരുങ്ങാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡൊമസ്റ്റിക് റിലേഷൻസ്. ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു വാട്ട് ഈസ് റിട്ടൺ ഇൻ ദി ബൈബിൾ. അപ്പോൾ ഇതിൽ കമ്മിങ് ബാക്ക് ടു ലൂക്ക് 1 വരുമ്പോൾ അപ്പോൾ ദൈവത്തിന് നമ്മളവിടെ ചിന്തിച്ച അവിശ്വാസത്തിനൊരു ശിക്ഷയുണ്ട്. ദെൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത് ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിക്കാൻ ബാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ് സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥന സമർപ്പിക്കണം. കാരണം ഓൾവേസ് വി മസ്റ്റ് ബി താങ്ക്ഫുൾ ടു ദി ലോർഡ്. അല്ലെ ദൈവം അനുവദിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് ഇതാണല്ലോ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. സംടൈം നമ്മൾ ചിലപ്പോൾ ദുഃഖത്തിലായിരിക്കും. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നൗ ദിസ് ഈസ് ദി വിൽ ഓഫ് ദി ലോർഡ് ഇൻ റിഗാർഡിംഗ് മൈ ലൈഫ്. അതിനെക്കുറിച്ച് മർമർ ചെയ്തിട്ടോ റബല്യൻ ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. ബി താങ്ക്ഫുൾ ടു ദി ലോർഡ്. സ്തോത്രത്തോടുകൂടെ നമ്മൾ ദൈവത്തെ സമീപിക്കുമ്പോൾ ഗോഡ് വിൽ ആൻസർ. അപ്പോൾ ഇവിടെ അവിശ്വാസത്തിൻ്റെ ശിക്ഷ കിട്ടി. ദെൻ ഈ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുന്നതല്ല, അങ്ങനെ പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്ക് തിരിക്കും. അടുത്തത്, അനുസരണയില്ലാത്തവരെ നീതിമാന്മാരുടെ വിജ്ഞാനത്തിലേക്ക് ആനയിക്കും. അങ്ങനെ സജ്ജമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കി നിർത്തും. ആ 17 ഇംഗ്ലീഷോട് 1:17 ലൂക്ക്, the second part. To turn the hearts of the fathers to the children and the disobedient to the wisdom of the just. Yeah. So the wisdom of the just എന്ന് പറയുന്നത് എന്താ? Obedience to the Lord. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ മുമ്പിലെ വിസ്ഡം എന്ന് പറയുന്നത് obey the Lord in everything. Unquestionable obedience, instant obedience. കാരണം ജോഷുവയും കാലേബും അവർ കനാനിൽ കയറി. കാരണം അവർ പൂർണ്ണമായിട്ട് ദൈവത്തിൽ. അപ്പോൾ നമ്മൾ ലെറ്റസ് കൾട്ടിവേറ്റ് എ ഹാർട്ട് ഓഫ് ഒബീഡിയൻസ്. റോമൻസിലൊക്കെ വായിക്കുന്ന പോലെ ദി ഒബീഡിയൻസ് ഓഫ് ദി ഫെയ്ത്ത്. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ കൺസീക്വൻസ് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്ത് കൺസീക്വൻസ് ആണെങ്കിലും അതിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. വെൻ ഹീസ് കമാൻഡിങ് ജസ്റ്റ് ഒബേ. അപ്പോൾ ദി വിസ്ഡം ഓഫ് ദി ജസ്റ്റ് എന്ന് പറയുന്നത് ദി ഒബീഡിയൻസ് ടു ദി ലോർഡ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ലെറ്റസ് ബി വൈസ് ഇൻ ദി സൈറ്റ് ഓഫ് ദി ലോർഡ്. ലോകക്കാർ വിഡ്ഢികൾ എന്ന് വിളിക്കട്ടെ, ഫൂളിഷ് എന്ന് വിളിക്കട്ടെ, എന്തെങ്കിലും വിളിക്കട്ടെ, let us be wise in the sight of the Lord by obeying each and every one of his commandments. അപ്പോൾ ദൈവം പ്രസാദിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രസാദിച്ചാൽ ദാറ്റ്സ് ഓൾ വാട്ട് ഈസ് റിക്വയർഡ്. പിന്നെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതിയും കർത്താവിന് പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചാൽ എവറിത്തിങ് വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ അത് എവറിത്തിങ്, ജോലി, ഫ്യൂച്ചർ, മാതാപിതാക്കളുടെ ലെവലിൽ നമുക്ക് മനുഷ്യൻ്റെ ഓൾ ഔട്ട് റിക്വയർമെൻറ്റ്സ് വിൽ ബി മെറ്റ് ബൈ ദി ലോർഡ്. മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കാനുള്ള ആ ഒരു വിജ്ഞാനം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ഫോർഗെറ്റ് അബൌട്ട് യുവർ നീഡ്സ്. ആസ് പേരൻസ്, മക്കളുടെ കാര്യം ദൈവം നോക്കിക്കോളും. പേരൻസ്, മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം, എവറിത്തിങ് വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദി ലോർഡ്. ലോർഡ് ഈസ് സോ കമ്പാഷനേറ്റ്, സോ കൈൻഡ്, സോ ലവിങ്. ഈ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലൊന്ന് അനുഭവിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ വി വിൽ ബി ടോട്ടലി ഡിഫറെൻറ്റ്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ